മാനേജ്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈ ഒരു സബ്ജക്റ്റ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്നൊരു സബ്ജക്റ്റ് നമ്മൾ ശരിക്കും തുടങ്ങേണ്ടത് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം തന്നെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് മനസ്സിലാവും. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നതും ശരിക്കും ഈ സബ്ജക്റ്റ് തുടങ്ങേണ്ടുന്നതും ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സെൻസിലാണ് കാണുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു ടോപ്പിക്ക് നമ്മൾ ഇതിനു മുൻപ് പലയിടത്തായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവൻ അക്കൗണ്ടിങ്ങിൽ പോലും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന ടോപ്പിക്കൊക്കെ നമ്മൾ കവർ ചെയ്തതാണ്. ഓക്കെ, സോ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ടോപ്പിക്ക് പഠിപ്പിച്ച് എക്സ്പീരിയൻസ് എന്ന് പറയുവാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ആയിട്ട് വരുമല്ലോ. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ടെക്സ്റ്റോ എവിടെ വേണമെങ്കിലും നോക്കിക്കോ, നമുക്കൊരു ഒന്നോ രണ്ടോ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആയിട്ട് കിട്ടും. പക്ഷേ ആദ്യമേ കയറി ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നതാണ്, ഇതിൻ്റെ മീനിങ് ഇതാണ്, ഡെഫിനിഷൻ ഇതാണ്, ഫീച്ചേഴ്സ് ഇത്, ഇങ്ങനെ പറഞ്ഞു പോയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വായിക്കുമ്പോൾ ഇവരുടെ മൈൻഡ് പലപ്പോഴും സേവിങ്സിലോട്ടാണ് പോണത്. അതായത് നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ് ആണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പക്ഷേ അവരുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ചിന്തിക്കുന്നത് ഇത് തന്നെയല്ലേ സേവിങ്സ്, അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സേവിങ്സ് എന്ന് തന്നെയാണോ? അവിടെയാണൊരു പ്രശ്നം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് അന്ന് മുതലേ നമ്മൾ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും എന്താണെന്ന് കൃത്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് സേവിങ്സ് എന്നുള്ളത് ആദ്യം തന്നെ പഠിച്ചിരിക്കണം. അല്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് കേട്ട് വെക്കുമ്പോഴെല്ലാം നമ്മുടെ മൈൻഡ് ആ സേവിങ്സിലോട്ട് പോകും. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പണം നിക്ഷേപിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എവിടെയോ പണം നിക്ഷേപിക്കുന്നു, നമ്മൾ റിട്ടേൺ പ്രതീക്ഷിച്ച് എവിടെയെങ്കിലും പണം നിക്ഷേപിക്കുന്നു എന്നൊരർത്ഥത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ് വരത്തുള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പണം എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നുണ്ട്, ആ നിക്ഷേപിക്കുന്നത് നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടാനാണ്. ഈ ഒരു സെൻസിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് തന്നെയല്ലേ സേവിങ്സ്. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി പൈസ നിക്ഷേപിക്കുന്നു, എന്തിനു വേണ്ടിയാ? വിത്ത് ഇൻട്രസ്റ്റ്, പലിശ അടക്കം കിട്ടാനായിട്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ള മീനിങ് അവിടെ നിൽക്കട്ടെ, ഇത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ തെറ്റത്തില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കണം. നമ്മുടെ സിലബസിൽ ഈ ടോപ്പിക് ഉണ്ട്, പക്ഷേ നമ്മുടെ സിലബസിൽ ഇത് കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് പഠിക്കേണ്ടത്. അങ്ങനല്ല, വ്യക്തമായിട്ടൊരു സ്റ്റുഡൻറ്റിന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാവാൻ ശരിക്കും നിങ്ങൾ തുടക്കത്തിൽ തന്നെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് സേവിങ്സ് എന്ന ആ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് ഞാൻ അത് തന്നെ എടുക്കുവാണ്. ഞാൻ സിലബസ് മുൻകൂട്ടി എടുക്കുന്നതെന്നല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേറെ വഴിയില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് എനിക്കിപ്പോൾ വേണമെങ്കിൽ മീനിങ് വായിച്ച് അർത്ഥം പറഞ്ഞുതരാം. ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ പറഞ്ഞു പോവാം. പക്ഷെ അപ്പോഴെല്ലാം നിങ്ങളുടെ മൈൻഡിൽ ഇത് സേവിങ്സ് ആണ്, ഇത് സേവിങ്സ് ആണ്. കാര്യം ഏകദേശം സേവിങ്സിനോട് സിമിലർ ആയിട്ടാണ് ഇംഗ്ലീഷ് സെൻറ്റൻസ്, പക്ഷെ അതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോ? ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ആ വ്യത്യാസം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഈ പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നും ഞാൻ ഈ പറയുന്നത് സേവിങ്സ് ആണെന്നും വ്യത്യാസം മനസ്സിലായി തന്നെ പോകും. ഓക്കെ, സോ അത് കാര്യം, അതായത് ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിച്ചിരുന്ന ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ കാര്യവും എൻ്റെ സ്വന്തം കാര്യവും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യവുമായിട്ടാണ് എക്സാമ്പിൾ പറയുന്നത്. എൻ്റെ കാര്യവും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യവും. ഓക്കെ, നിങ്ങളും അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി. എൻ്റെ കാര്യവും എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യമായിട്ട് തന്നെ നിങ്ങളും ചിന്തിച്ചു. ഓക്കെ, നമ്മുടെ രണ്ടുപേരുടെ കയ്യിലും ഒരു 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ എക്സാമ്പിൾ ഒന്ന് കേട്ടോണേ. നമ്മുടെ രണ്ടുപേരുടെ കയ്യിലും ഇപ്പോൾ 10 ലക്ഷം രൂപ വീതമുണ്ട്. ഞാൻ ഈ 10 ലക്ഷം രൂപ എൻ്റെ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുവാണ്, ബാങ്കിൽ FD ഇടുവാണ്. 5 വർഷത്തേക്കാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? എല്ലാം സിമ്പിൾ കാര്യങ്ങളാണ്. സോ എൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും കയ്യിൽ 10 ലക്ഷം രൂപ വീതമുണ്ട്. ഞാൻ ഈ 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് എൻ്റെ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു 5 വർഷത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുവാണ്. ഓക്കെ, എൻ്റെ ഫ്രണ്ട് ഈ 10 ലക്ഷം രൂപ കൊടുത്ത് കുറച്ച് ലാൻഡ് വാങ്ങി, ഒരു 10 സെൻറ്റ് ലാൻഡ് വാങ്ങി എന്ന് വിചാരിക്കുക. ഒരു 10 സെൻറ്റ് ലാൻഡ് വാങ്ങി. ഓക്കെ, 5 വർഷം കഴിയുമ്പോൾ ഞാൻ എൻ്റെ ബാങ്കിൽ ചെന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ എനിക്ക് വിത്ത് ഇൻട്രസ്റ്റ്, എനിക്ക് പലിശ കിട്ടുമല്ലോ. ഫിക്സഡ് ഡെപ്പോസിറ്റിന് പലിശ കിട്ടണമല്ലോ. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാങ്കിൽ ചെന്ന് ഇത് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യുമ്പോൾ എനിക്കൊരു 2 ലക്ഷം രൂപ പലിശ കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ടോട്ടൽ 12 ലക്ഷം രൂപ കിട്ടും. ഇത്രയും ഓക്കെ ആണല്ലോ?
സോ ഞാൻ 10 ലക്ഷം രൂപ എഫ് ഡി ഇടുന്നു 5 വർഷത്തേക്കാണ് എഫ് ഡി ഇട്ടിരിക്കുന്നത്. 5 വർഷത്തിന് ശേഷം ഞാൻ ചെന്നത് പിൻവലിക്കുമ്പോൾ മുഴുവൻ തുകയും വിഡ്രോ ചെയ്യുമ്പോൾ എനിക്ക് 2 ലക്ഷം രൂപ പലിശയടക്കം 12 ലക്ഷം രൂപ കിട്ടുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കും, എടാ നീ എന്നാൽ 10 ലക്ഷം രൂപ എടുത്ത് എന്ത് ചെയ്തായിരുന്നു? അവൻ പറഞ്ഞു, എടാ അന്ന് ഞാൻ മറ്റേ ലാൻഡ് മേടിച്ചു, 10 സെൻറ്റ് ലാൻഡ് വാങ്ങി. ഓക്കെ. എന്നിട്ട് ഇപ്പോൾ അവൻ അത് വിറ്റെന്ന് വിചാരിക്കുക. 5 വർഷം കഴിഞ്ഞപ്പോൾ അവൻ ആ ലാൻഡ് വിറ്റു, വസ്തുവിനൊക്കെ വില കയറിക്കൊണ്ടിരിക്കുകയല്ലേ, അവനൊരു 20 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. 20 ലക്ഷം രൂപ, അതായത് 5 വർഷം മുമ്പ് 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ച ലാൻഡിന് അവൻ ഇന്ന് 20 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, സോ അവനൊരു 10 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ടല്ലോ, അവനൊരു 10 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് കിട്ടിയില്ലേ? ഇത് അസറ്റാണ്. ലാൻഡ് എന്നൊരു അസറ്റ് വിറ്റുമ്പോൾ കിട്ടുന്ന ഈ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ, 10 ലക്ഷം ഒരു ബെനിഫിറ്റ്, ഇത് ശരിക്കും ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ കോൺടാക്ട്സിൽ പറഞ്ഞോളൂ. എൻ്റെ കയ്യിലും എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലും 10 ലക്ഷം രൂപ വീതം ഉണ്ടായിരുന്നു. ഞാൻ ആ 10 ലക്ഷം രൂപ എന്ത് ചെയ്തു? നിങ്ങൾ കൂടെ മനസ്സിൽ പറഞ്ഞു, ഞാനത് എഫ് ഡി ഇട്ടു. എത്ര വർഷത്തേക്ക്? 5 വർഷത്തേക്ക്. 5 വർഷം കഴിഞ്ഞ് ഞാനത് പിൻവലിച്ചപ്പോൾ എനിക്ക് 2 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് അടക്കം 12 ലക്ഷം രൂപ കിട്ടി. ഓക്കെ ആണല്ലോ. എൻ്റെ ഫ്രണ്ട് 10 ലക്ഷം രൂപ അടുത്ത് എന്ത് ചെയ്തു? 10 സെൻറ്റ് പുരയിടം വാങ്ങി. 5 വർഷം കഴിഞ്ഞാണ് അത് വിറ്റെന്ന് വിചാരിക്കുക. ഓക്കെ, അവന് 20 ലക്ഷം രൂപ കിട്ടി. അതായത് അവന് 10 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് കിട്ടി. ആ ബെനിഫിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു കോൺടാക്സ്റ്റ് ഓക്കെ ആണല്ലോ, സിമ്പിൾ കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കോൺടാക്സ്റ്റ് പറയാം. എഗെയിൻ ഞാനും എൻ്റെ ഫ്രണ്ടും തന്നെ, എനിക്ക് വീണ്ടും 10 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. ഇത് മറ്റൊരു കോൺടാക്സ്റ്റാണ്. 10 ലക്ഷം രൂപ കിട്ടി, ഞാൻ മാറ്റമൊന്നും ചിന്തിക്കുന്നില്ല, ഞാൻ കൊണ്ടുപോയി ബാങ്കിൽ എഫ് ഡി ഇടുന്നു. 5 വർഷത്തേക്ക് ഞാൻ ബാങ്കിൽ എഫ് ഡി ഇടുന്നു. ഓക്കെ, സെയിം ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ തന്നെ. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ലക്ഷം രൂപ കിട്ടി, അതായത് 12 ലക്ഷം രൂപ എനിക്ക് വിഡ്രോ ചെയ്യാം. എൻ്റെ ഫ്രണ്ട് അവനും 10 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, അവന് സ്വന്തമായിട്ടൊരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ചെറിയൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇവൻ ഈ 10 ലക്ഷം രൂപ കൊടുത്ത് ആ ബിസിനസ്സിലേക്ക് ഒരു പുതിയ മെഷീനറി വാങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പുതിയ മെഷീനറി വാങ്ങുമ്പോൾ പ്രൊഡക്ഷൻ കൂടും, സെയിൽ കൂടും, റവന്യൂ കൂടും, അവന് കുറേ പൈസ കിട്ടും. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കും, 5 വർഷം കഴിഞ്ഞിട്ടാണേ, 5 കൊല്ലം കഴിഞ്ഞാൽ, എടാ മറ്റേ ആ മെഷീനറി നീ വാങ്ങിയല്ലേ, എങ്ങനെയുണ്ട് ബെനിഫിറ്റ്? എടാ ഒന്നും പറയണ്ട, അടിപൊളിയാണ് കേട്ടോ. 5 കൊല്ലം കൊണ്ട് ഈ മെഷീനറി കൊണ്ട് മാത്രം, ഞാൻ വാങ്ങിയ ആ മെഷീനറി കൊണ്ട് മാത്രം ഈ 5 വർഷം കൊണ്ട് എനിക്ക് 18 ലക്ഷം രൂപയുടെ സെയിൽ നടന്നടാ. 10 ലക്ഷം മുടക്കി 18 ലക്ഷം രൂപയുടെ സെയിൽ നടത്തിയെന്ന് പറഞ്ഞാൽ ആ മെഷീനറിയിലൂടെ അവന് ഒരു 8 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയാം. കറക്റ്റ് അല്ലേ? ബിസിനസ്സിലേക്ക് 10 ലക്ഷം രൂപ കൊടുത്തൊരു മെഷീനറി വാങ്ങി. അവൻ പറയുവാണ്, ആ മെഷീനറി വന്നതുകൊണ്ട് മാത്രം, ആ മെഷീനറിയിലൂടെ മാത്രം എനിക്കൊരു 18 ലക്ഷം രൂപയുടെ സെയിലെങ്കിലും കിട്ടിയടാ. ഒരു 18 ലക്ഷം രൂപ ശരിക്കും ആ മെഷീനറി കാരണം ഉണ്ടായതാണ്. അതിനർത്ഥം ഒരു 8 ലക്ഷം രൂപയോളം അവൻ ആ മെഷീനറിയിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറയാം. കറക്റ്റ് ആണല്ലോ? അപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷൻ ഓക്കെ ആണല്ലോ. ഞാൻ വീണ്ടും ബാങ്കിൽ തന്നെ പൈസ ഇട്ടു, എനിക്ക് മാറ്റമൊന്നുമില്ല, എല്ലാം പഴയ കണക്ക് തന്നെ. 5 വർഷം 2 ലക്ഷം രൂപ പലിശ കിട്ടുന്നു, 12 ലക്ഷം. എൻ്റെ ഫ്രണ്ട് പകരം എന്ത് ചെയ്തു? അവൻ്റെ ബിസിനസ്സിലേക്ക് ഒരു മെഷീനറി വാങ്ങുന്നു. ആ മെഷീനറി ഉപയോഗിച്ച് പ്രൊഡക്ഷനൊക്കെ കൂട്ടി, അവൻ നല്ല മിടുക്കനാണ്. ഓക്കെ, ഒരു 18 ലക്ഷം രൂപയുടെ സെയിൽ കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 8 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്, ബെനിഫിറ്റ് ഉണ്ട്. ഞാനതിനെ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമതൊരു സിറ്റുവേഷൻ. വീണ്ടും എനിക്ക് 10 ലക്ഷം രൂപ കിട്ടുന്നു, എനിക്കൊരു മാറ്റവും. എഫ് ഡി ഇടുന്നു 5 വർഷത്തേക്ക്, 2 ലക്ഷം രൂപ പലിശ, 12 ലക്ഷം രൂപ വിഡ്രോ ചെയ്യുന്നു, ഒരു മാറ്റവും. എൻ്റെ ഫ്രണ്ടും ഇതുപോലെ 10 ലക്ഷം രൂപ കിട്ടിയപ്പോൾ അവൻ ഷെയർ വാങ്ങി. ഷെയർ മാർക്കറ്റിൽ നിന്നും 10 ലക്ഷം രൂപയുടെ വിവിധ കമ്പനികളുടെ ഷെയർ വാങ്ങി. 10 ലക്ഷം രൂപയുടെ ഷെയർ വാങ്ങി. ഓക്കെ, ഞാനപ്പോൾ അവനോട് ചോദിക്കണം 5 വർഷം കഴിഞ്ഞിട്ട്, എടാ നീ മറ്റേ 10 ലക്ഷം രൂപ എടുത്ത് ഷെയർ വാങ്ങിയല്ലേ, അതെന്താ എടാ? അവൻ എന്നോട് പറയുന്നത്, എടാ ഈ 5 വർഷം കൊണ്ട്, ശ്രദ്ധിച്ചോണേ, ഈ 5 വർഷം കൊണ്ട് എനിക്കൊരു 30,000 രൂപയുടെ ഡിവിഡൻറ്റ് കിട്ടിയെന്നവൻ പറയുവാണ്. ഈ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ ഷെയർ വാങ്ങി വെക്കുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ നമുക്ക് കിട്ടും. ഇതൊക്കെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പഠിക്കുന്നതാണ്. അപ്പോൾ കമ്പനി നമുക്ക് ഡിവിഡൻറ്റ് തരാറുണ്ട്. അപ്പോൾ അവ എന്താ പറയുന്നത്? എടാ എനിക്കൊരു 30,000 രൂപ ഡിവിഡൻറ്റ് കിട്ടി, അപ്പോൾ എനിക്കൊരു സന്തോഷം. എനിക്ക് 2 ലക്ഷം രൂപ പലിശ കിട്ടുന്ന സ്ഥാനത്ത് അവന് 30,000 രൂപ ഡിവിഡൻറ്റേ കിട്ടിയുള്ളൂ. എന്നിട്ട് അവൻ ഒരു കാര്യം കൂടെ പറയുവാണ്, എടാ പിന്നെ ആ 10 ലക്ഷം രൂപയുടെ ഷെയർ ഇല്ലേ, അതിന്ന് മാർക്കറ്റിൽ കൊടുത്താൽ എനിക്ക് 22 ലക്ഷം രൂപ കിട്ടൂടാ. അതായത് ആ 10 ലക്ഷം രൂപയുടെ ഷെയർ ഇന്ന് മാർക്കറ്റിൽ വിറ്റാൽ ഇന്നത്തെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 22 ലക്ഷമാണടാ. സോ 12 ലക്ഷം രൂപയുടെ വ്യത്യാസമോ? ഇതും ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഈ ഒരു 3 സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഈ 3 സിറ്റുവേഷനിലും ഞാൻ എന്ന വ്യക്തി ചെയ്യുന്നത് ഒരേ കാര്യമാണ്. ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നു, 5 വർഷത്തേക്ക് എഫ് ഡി ഇടുന്നു, എനിക്ക് കൃത്യമായിട്ട് പലിശ കിട്ടും. 2 ലക്ഷം രൂപ പലിശ അടക്കം എനിക്ക് 12 ലക്ഷം രൂപ വിഡ്രോ ചെയ്യാം. ഈ 3 സിറ്റുവേഷനിലും ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ,
ഇവിടെ ഞാൻ ചെയ്ത ഈ കാര്യം, ഈ പറയുന്ന ബാങ്കിൽ കൊണ്ടുപോയി FD ഇട്ടിട്ട് ഞാൻ 5 കൊല്ലം കഴിഞ്ഞ് പോയി വിഡ്രോ ചെയ്യുന്ന ഈ പരിപാടിയാണ് ശരിക്കും സേവിങ്സ് എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും ഞാൻ ഈ ചെയ്ത കാര്യം എന്ന് പറയുന്നത് സേവിങ്സ് ആണ് എന്ന് പറയാനുള്ള കാരണം, ഞാനും എൻ്റെ ഫ്രണ്ടും പണം മുടക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും പൈസ എങ്ങോട്ടോ മുടക്കുന്നുണ്ട്. ഞാൻ ബാങ്കിൽ FD ഇടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പറയുന്നു അതാണ് സേവിങ്സ്. കാരണം ഇനി നിങ്ങൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ ഈ ചെയ്തതിനെ സേവിങ്സ് എന്ന് വിളിക്കാനുള്ള ഒന്നാമത്തെ കാരണം നോക്കൂ, ഞാൻ ഈ പൈസ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുമ്പോൾ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നറിയാം. ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് പറയും. 5 വർഷം കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന പൈസ എത്രയാണെന്നും എനിക്ക് ആദ്യമേ തന്നെ അറിയാൻ പറ്റും. അതായത് സേവിങ്സിൻ്റെ പ്രത്യേകത, നമ്മൾ എവിടെയെങ്കിലും പണം മുടക്കുന്നത് സേവിങ്സ് ആണെന്ന് പറയണമെങ്കിൽ നിർബന്ധമായിട്ടും റിട്ടേൺ എത്രയാണെന്ന് നേരത്തെ തന്നെ അറിയാൻ പറ്റും. നമ്മൾ ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞ് എത്ര തിരിച്ച് കിട്ടുമെന്ന് നമുക്ക് നേരത്തെ അറിയാം. ആ FD ഇടുമ്പം തന്നെ FD റെസിപ്റ്റിലെ മെച്യൂരിറ്റി എമൗണ്ട് കാണിച്ചിരിക്കും. അപ്പോൾ സേവിങ്സ് എന്ന് വിളിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും, 2 എനിക്ക് ആ റിട്ടേൺ അറിയാൻ പറ്റും. മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ എനിക്ക് എത്ര തുക കിട്ടുമെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. മറ്റൊരു പ്രധാന കാര്യം, എനിക്ക് 3 കോണ്ടക്സിലും കിട്ടുന്നത് എപ്പോഴും ഇൻട്രസ്റ്റ് തന്നെയാണ്. ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇട്ടാൽ എനിക്ക് ഇൻട്രസ്റ്റ് എന്ന പേരിൽ മാത്രമേ എനിക്ക് പൈസ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ എവിടെയെങ്കിലും പൈസ ഇടുകയും അതൊരു ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആവുകയും എനിക്കെന്ത് തിരിച്ച് കിട്ടും അത് ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ സേവിങ്സ് എന്ന് പറയണമെങ്കിൽ നമ്മൾ പൈസ ഇടുന്നത് ലോ റിസ്കി ആയിരിക്കണം. ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. എനിക്ക് എത്ര രൂപ തിരിച്ച് കിട്ടുമെന്ന് നേരത്തെ അറിയാൻ പറ്റും. എനിക്ക് പ്രത്യേകിച്ച് വലിയ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളോ ചിന്താഗതികളോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ക്ലോസ് മോണിറ്ററിങ്ങോ അങ്ങനെ ഒന്നും വേണ്ട. ഞാൻ പൈസ ഇട്ടിട്ട് ചുമ്മാ ഇരുന്നാലും മതി, എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ശരിക്കും സേവിങ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ സേവിങ്സ് എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് സമപ്പ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ സേവിങ്സിനെ പറ്റിയാണ്. സേവിങ്സ് ആകണമെന്നുണ്ടെങ്കിൽ ഒന്ന് റിസ്ക് ഉണ്ടാവത്തില്ല. 2 പറയുന്നത് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. 3 നമ്മുടെ മെച്യൂരിറ്റി എമൗണ്ട് വെൽ നോൺ ആയിരിക്കും. എനിക്ക് എന്ത് അവസാനം തിരിച്ച് കിട്ടുമെന്ന് കൃത്യമായിട്ട് അറിയാം. മെച്യൂരിറ്റി എമൗണ്ട് വെൽ നോൺ ആയിരിക്കും. പിന്നെ വേണമെങ്കിൽ 4 കാര്യം പറയാം, ലിക്വിഡിറ്റി കൂടുതലായിരിക്കും. ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പണം വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. FD ഇട്ടാലും നമ്മൾ ചോദിച്ചാൽ ഒരു പൈസ തരും. ബാങ്കിൽ കൊണ്ടുപോയി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ 5 വർഷം കഴിഞ്ഞേ പൈസ കിട്ടൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും FD പൊട്ടിക്കാം. ലിക്വിഡിറ്റി കൺസേൺ ഉണ്ടെങ്കിൽ FD ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, 2 കൊല്ലം കഴിഞ്ഞാലും പൈസ കിട്ടും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പൈസ കിട്ടും. അതുവരെയുള്ള പലിശയും അവർ തരും. ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് വിഡ്രോ ചെയ്താൽ 2 വർഷത്തെ പലിശയും കിട്ടും. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ചാൻസ് ഓഫ് ലോസ് വളരെ കുറവായിരിക്കും. ദാറ്റ് ഈസ് റിസ്ക് വളരെ കുറവായിരിക്കും. ഇത്തരത്തിൽ നമ്മൾ പൈസ എവിടെയെങ്കിലും കൊണ്ട് വിടുന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും സേവിങ്സ്. ഇതാണ് സേവിങ്സ്. ഓക്കെ. എന്നാൽ എൻ്റെ കൂട്ടുകാരൻ ചെയ്ത ഓരോന്നായിട്ട് ഓക്കെ, അവൻ ആദ്യം ചെയ്ത് എന്താ, ലാൻഡാണ് വാങ്ങിയത്. ഈ ലാൻഡ് വാങ്ങുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ വില 20 ലക്ഷം ആകുമെന്ന് ഇവൻ ആദ്യമേ അറിയാവോ? ഇല്ല. അതിങ്ങനെ അങ്ങ് കൂടിയതാണ്. നമുക്കറിയില്ല 5 കൊല്ലം കഴിഞ്ഞ് ലാൻഡിന് എന്ത് വില വരുമെന്ന്. മറ്റൊന്ന് ഞാൻ പറയട്ടെ, ലാൻഡിൻ്റെ വില വല്ല 8 ലക്ഷമായിട്ട് കുറഞ്ഞാലോ? അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാൻഡ് വാങ്ങി ഇടുന്നു എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലാഭം കിട്ടുമെന്നാണ്. പക്ഷേ എത്ര ലാഭം കിട്ടുമെന്നോ അത് എത്ര റേറ്റിൽ കിട്ടുമെന്നോ ഇനി ലാഭം മാത്രമേ കിട്ടത്തുള്ളെന്നോ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പൈസ ഇടും, അത് റിസ്ക് ആയിരിക്കും. 2 പറയുന്നത് ചാൻസ് ഓഫ് ലോസ് എന്തായാലും കാണും, നഷ്ടവും വരാം. ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഒന്നും പറയാൻ പറ്റത്തില്ല. ലിക്വിഡിറ്റിയും കുറവായിരിക്കും. അതായത് പെട്ടെന്ന് കാശാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ലാൻഡ് ഇപ്പോൾ നാളെ തന്നെ വിൽക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 10 സെൻറ്റ് പുരണം കൊടുക്കാനുണ്ട്, നാളെ പറ്റത്തില്ല. അങ്ങനെ പറ്റുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗോൾഡ് മാത്രമാണ്. ഗോൾഡ് പറ്റും, ഷെയറൊക്കെ അങ്ങനെ പറ്റും, ഗോൾഡും ഷെയറും എല്ലാം പറ്റും. പക്ഷേ നമ്മൾ പെട്ടെന്ന് വിൽക്കാൻ നിന്നാൽ, ടപ്പേന്ന് പറഞ്ഞ് വിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലാണ് നമ്മൾ പണം കൊണ്ടുപോയിട്ടിരിക്കുന്നതെങ്കിൽ ഇതാണ് ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലോങ് ടൈമിൽ നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് ബെനിഫിറ്റ് കിട്ടുന്നതുവരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളതിനെ വിഡ്രോ ചെയ്ത് പൈസ മേടിക്കുക. ആ ഒരു സെൻസിനെയാണ് ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത്, വസ്തു വിറ്റ് കിട്ടുന്നത് ക്യാപിറ്റൽ ഗെയിൻ കിട്ടാം. ഇവിടെ നോക്കിയേ, ഇവിടെ ശരിക്കും ഇയാൾക്ക് കിട്ടിയത് എന്താ, പ്രോഫിറ്റാണ്. മെഷീനറിയിൽ നിന്ന് പ്രോഫിറ്റാണ്. ഇവിടെ ഡിവിഡൻറ്റ് കിട്ടുന്നുണ്ട്, ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നുണ്ട്.
ഡിബഞ്ചറാണ് വാങ്ങുന്നതെങ്കിൽ ഇവൻ ഇൻട്രസ്റ്റും കിട്ടും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പല പേരിലാണ് നമുക്ക് ഓരോന്നോരോന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാം, ഡിവിഡൻറ്റ് കിട്ടാം, പ്രോഫിറ്റ് കിട്ടാം, ക്യാപിറ്റൽ ഗെയിൻ കിട്ടാം, ഇങ്ങനെ പല പേരിൽ വരും. പക്ഷേ സേവിങ്സ് എന്ന് പറയുന്നത് മിക്കവാറും നമുക്ക് ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടൂ. അപ്പോൾ സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് കൃത്യമായിട്ട് ഈ എക്സാമ്പിൾ ഇത് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ്. 2, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. 3, ലോ റിസ്ക് ആയിരിക്കും. നമുക്കെന്താ റിസ്ക്? ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇട്ട് നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ. 4, മെച്യൂരിറ്റി എമൗണ്ട് വെൽ നോൺ ആയിരിക്കും, എനിക്ക് എന്ത് കിട്ടുമെന്ന് അറിയാൻ പറ്റും. 5, ലിക്വിഡിറ്റി ഹൈ ആയിരിക്കും, എനിക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം, നഷ്ടമൊന്നും വരത്തില്ലടോ. 5 കൊല്ലത്തേക്ക് FD ഇട്ടിട്ട് ഞാൻ 2 കൊല്ലം കഴിഞ്ഞ് വിഡ്രോ ചെയ്താൽ ആ 2 കൊല്ലം വരെയുള്ള പ്രീ ക്ലോഷർ ചാർജ് കഴിഞ്ഞിട്ട് നമുക്ക് ആ 2 കൊല്ലം, അതായത് നമുക്ക് 5 ലക്ഷത്തിൽ താഴോട്ട് പോകത്തില്ല. ഞാനിപ്പോൾ 2 കൊല്ലം വിഡ്രോ ചെയ്തു, 2 വർഷം കഴിഞ്ഞ് വിഡ്രോ ചെയ്തു, അതെ നിങ്ങൾ നേരത്തെയാണ് വിഡ്രോ ചെയ്യുന്നത്, നിങ്ങൾക്ക് 5 ലക്ഷം പോലും കിട്ടത്തില്ല എന്നവർ പറയത്തില്ല. 5+ അതുവരെയുള്ള ഇൻട്രസ്റ്റ്, പിന്നെ പ്രീ ക്ലോഷർ ചാർജ് ചെറുതായിട്ട് പിടിക്കും. പക്ഷെ അത് നഷ്ടമൊന്നുമല്ല. ഈ 2 ലക്ഷം 2 വർഷത്തെ പലിശ എന്ന് പറയുന്നത് കയറി വന്നോളും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ 2 വർഷത്തെ പലിശ അടക്കം കിട്ടും. അപ്പോൾ നമുക്ക് ലോസ് ഒന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. അപ്പോൾ സേവിങ്സ് എന്ന് വിളിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴാണ്. എന്നാൽ ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്നതാണെന്ന് പറഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റ് കിട്ടാം, ഡിവിഡൻറ്റ് കിട്ടാം, ക്യാപിറ്റൽ ഗെയിൻ കിട്ടാം, ഇതെല്ലാം ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ദെൻ നമുക്ക് പ്രോഫിറ്റ് കിട്ടാം, റിസ്ക് കൂടുതലായിരിക്കും, ചാൻസ് ഓഫ് ലോസ് ഉണ്ടാവും, അതായത് നമുക്ക് നഷ്ടം വരാനും സാധ്യതയുണ്ട്, ചാൻസ് ഓഫ് ലോസ് ഉണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫിക്സഡ് റേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. ലോങ് ടേമിലേക്കാണ് പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇടയ്ക്ക് പെട്ടെന്ന് വിഡ്രോ ചെയ്താൽ നല്ല നഷ്ടം വരും. കാത്തിരിക്കുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ലോങ് ടേമിലേക്കായിരിക്കണം. ഇന്ന് 10 സെൻറ്റ് ലാൻഡ് മേടിച്ചിട്ട് അടുത്ത ആഴ്ച ഈ ലാൻഡ് വിറ്റാൽ വില വ്യത്യാസമൊന്നും വരത്തില്ല. വെയിറ്റ് ചെയ്യുക, ഒരു 4-5 കൊല്ലം വെയിറ്റ് ചെയ്യുക, വസ്തുവോടെ കിടക്കട്ടെ. അപ്പോൾ ലോങ് ടൈം മുൻകൂട്ടി കണ്ടാണ് എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നത്. ഞാൻ ഇത്രയും വാചകം അടിച്ചതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും രണ്ടാണ്, ഇങ്ങനൊരു വ്യത്യാസം ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവണം. കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളതിൻ്റെ മീനിങ്ങിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ, കമ്മിറ്റിങ് യുവർ മണി എന്നേ ഉള്ളൂ. നമ്മൾ നമ്മുടെ പൈസ ഒരു അസറ്റിലേക്ക് കമ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ബുദ്ധി കൂടുതലുള്ള പിള്ളേരാകുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കും, നമ്മൾ ഒരു അസറ്റിലേക്ക് പൈസ ഇടുന്നു, ബാങ്ക് ഡെപ്പോസിറ്റ് ഒരു അസറ്റാണല്ലോ, അപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റിലേക്ക് പൈസ ഇടുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. അങ്ങനല്ല എന്നാണ് ഇത്രയും കഥാപ്രസംഗം ഞാൻ പറഞ്ഞത്. ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. കാര്യം ഇതിന് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് സേവിങ്സ് ആണ്. കാര്യം അവിടെ ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ലോ റിസ്ക് ആണ്, ചാൻസ് ഓഫ് ലോസ് ഇല്ല, നമുക്ക് ഒരിക്കലും നഷ്ടം വരാൻ പോകുന്നില്ല, പൈസ എന്തായാലും തിരിച്ച് കിട്ടും. പിന്നെന്ന് പറയുന്നത് മെച്യൂരിറ്റി എമൗണ്ട് വെൽ നോൺ ആണ്, ഇതെല്ലാം വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇടുന്ന അല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. മറ്റ് കാര്യങ്ങൾ, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മീനിങ് ഇനി മനസ്സിലാക്കുക. ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് committing your money to an asset today with the expectation of receiving more money in the future. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പണം നിക്ഷേപിക്കുന്നു, കൂടുതൽ പണം ഭാവിയിൽ കിട്ടാം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രം പറയുമ്പോഴാണ് കുറച്ച് കുട്ടികൾ തെറ്റി അതായത് മൈൻഡ് തെന്നി സേവിങ്സിൽ പോയി വീഴും. ഇത് തന്നെയല്ലേ സേവിങ്സ്? ഇതല്ല സേവിങ്സ് എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇവിടെ ഈ പറയുന്നതിന് ഒരുപാട് അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സിംപ്ലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ കുറച്ച് പൈസ സാക്രിഫൈസ് ചെയ്യുന്നു, അത് ഉടനെ തിരിച്ചെടുക്കാൻ നോക്കരുത്. ഫ്യൂച്ചറിൽ വലിയൊരു എമൗണ്ട് കിട്ടും, ഒരു ഗ്രേറ്റർ വാല്യൂ കിട്ടും എന്ന രീതിയിൽ ഇന്ന് നമ്മൾ സ്വർണം വാങ്ങി വെക്കുന്നു, ലാൻഡ് വാങ്ങിയിടുന്നു, ഷെയർ വാങ്ങുന്നു എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ, സേവിങ്സ് വേറെ തന്നെയാണ്. ഇനി ആ ഒരു വ്യത്യാസം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പഠിച്ചു പോയാൽ മതിയടോ. എൻ്റെ എക്സാമ്പിൾ ഓക്കെ അല്ലേ? ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ മേടിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാര്യം ഷെയർ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിവിഡൻ്റ് ആണ്. എത്ര ഡിവിഡൻ്റ് കിട്ടുമെന്ന് അറിയത്തില്ല, ഷെയറിൻ്റെ വില എങ്ങോട്ട് പോകും നമുക്കറിയത്തില്ല, നമ്മളത് വെക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല, ലോങ് ടൈമിൽ വെച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ലാഭം കിട്ടൂ. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോഴാണ് നമ്മളതിനെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ 100 രൂപ കൊടുത്തൊരു ഷെയർ മേടിക്കുകയും കറക്റ്റ് 2 കൊല്ലം കഴിഞ്ഞത് വിൽക്കുമ്പോൾ ഇത്ര രൂപ കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിന് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വിളിക്കില്ല. റിസ്ക് ഫാക്ടർ ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വിളിക്കണമെങ്കിൽ അവിടെ ചാൻസ് ഓഫ് ലോസ്, റിസ്ക് ഫാക്ടർ ഉണ്ടായിരിക്കണം. ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാവരുത്. മെച്യൂരിറ്റി പീരീഡിൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് നേരത്തെ അറിയാൻ പറ്റരുത്. ഇത്തരം കാര്യങ്ങൾ കയറി വരുമ്പോഴാണ് അതിനെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. സോ ഷെയർ വാങ്ങുന്നത്, ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാര്യം ഈ ഫീച്ചേഴ്സ് എല്ലാം അതിൽ കയറി വരുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് പഠിച്ചു വെച്ചോ. പക്ഷേ നാളെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴോ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴോ
സേവിങ്സുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പോൾ വ്യക്തമായിട്ട് പറയണം, ഇതല്ല സാർ സേവിങ് എന്ന് പറഞ്ഞാൽ മറ്റതാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ്. ഇനി നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാവുന്നതേ ഉള്ളൂ. ഫീച്ചേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്. ഒന്ന്, നമ്മുടെ ഫണ്ട് കമ്മിറ്റ് ചെയ്യുവാണ്. ഈ വാക്ക് പ്രധാനപ്പെട്ടതാണ്. കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് നാളത്തേക്ക് അവിടെ ഫണ്ട് ലോക്കാക്കാനുള്ള മനസ്സ് വേണം, എങ്കിലേ അതിനെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് കാര്യമുള്ളൂ. അതാ ഞാൻ പറയുന്നത്, നമ്മൾ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോരുത്. ഇപ്പോൾ ഷെയറിൻ്റെ വില നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഉടനെ കുറയും, അവിടെ കുറയട്ടെ, വെയിറ്റ് ചെയ്യുക, അത് കൂടുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫണ്ട് ലോക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലാൻഡൊക്കെ വാങ്ങിയിടുന്ന ആൾക്കാരുണ്ടോ, ഇന്ന് വാങ്ങിയിട്ടിട്ട് 10 കൊല്ലം കഴിഞ്ഞൊക്കെയാണ് വിൽക്കുന്നത്. അപ്പോൾ 10 വർഷത്തേക്ക് അവിടെ ബ്ലോക്കാണ് പൈസ. അങ്ങനെയാണ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ പണം സ്റ്റോക്കിലും ബോണ്ടിലും റിയൽ എസ്റ്റേറ്റിലും ഗോൾഡിലും ഒക്കെ ബ്ലോക്കാക്കി വെക്കുന്നൊരു പരിപാടിയാണ്. ദെൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ, നമ്മൾ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് റിട്ടേൺ ആണ്. അത് പറയാൻ കാര്യം ലോസും ആകാം. ഓൾവേസ് പോസിറ്റീവ് എന്നല്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് റിട്ടേൺ ആണ്. അത് പറയാൻ റിസ്ക് ഉണ്ട്. നമ്മൾ പോസിറ്റീവ് റിട്ടേൺ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോ, ഒരു ഗ്യാരൻറ്റീഡ് റിട്ടേൺ ഒന്നും കിട്ടത്തില്ല. നഷ്ടവും ഉണ്ടാവും, ഒരു അൺസർട്ടനിറ്റി എന്തായാലും ഉണ്ടാവും. ആ അൺസർട്ടനിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിലേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകാവൂ. അല്ലെങ്കിൽ പിന്നെ ബാങ്കിൽ കൊണ്ടുപോയി FD ഇടുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മുടെ പേരൻസ് പലരും FD ഇട്ടേക്കുന്നത്. റിസ്ക് ഇല്ലല്ലോ. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടുകാരുടെ പേരിൽ FD കാണും, പക്ഷെ അവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോ, ഇതൊരു കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ടാണ്. ആ വാക്ക് എഴുതണം കേട്ടോ പരീക്ഷയ്ക്ക്. ഇറ്റ്സ് ഈസ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്. കമ്മിറ്റ്മെൻ്റ് ആണ്. ആ പൈസ അവിടെ ബ്ലോക്കായി കിടക്കും. കുറേ വർഷത്തേക്കുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് റിട്ടേൺ ആണെന്ന് പറയാൻ കാര്യം, നഷ്ടസാധ്യതയുണ്ട്, ഗോ ഡൗൺ ചെയ്യാം, അതായത് താഴേക്ക് പോകാം, റിസ്കിൻ്റെ പ്രശ്നം അവിടെ ഉണ്ട്. ഓക്കെ, മറ്റൊന്ന് ടൈം ഹൊറിസോൺ. ഷോർട്ട് ടൈമിലേക്കോ മീഡിയം ടൈമിലേക്കോ ലോങ് ടൈമിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഷോർട്ട് ടൈമിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഗോൾഡൊക്കെ വാങ്ങി വെക്കാറുണ്ട്. ഇപ്പോൾ ഗോൾഡിൻ്റെയൊക്കെ വില മാറി വരെയല്ലേ. ഓക്കെ, ദെൻ എങ്ങനെ ചെയ്യാം, അവരവരുടെ ഇഷ്ടം. ലാൻഡൊക്കെ എപ്പോഴും ലോങ് ടൈമാണ് നല്ലത്. അതായത് ഇന്ന് വാങ്ങിയിട്ട് 1 കൊല്ലം കഴിഞ്ഞ് വിറ്റാലും നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടത്തില്ല. ഓക്കെ, ഷെയറിൻ്റെയൊക്കെ കേസിൽ മീഡിയം ടൈമാണ് നല്ലത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. മറ്റൊന്ന് ലിക്വിഡിറ്റി. സാധാരണഗതിയിൽ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് നിങ്ങൾ ലിക്വിഡിറ്റി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് ലിക്വിഡ് വേണമെങ്കിൽ, പെട്ടെന്ന് കാശ് വേണമെന്നുണ്ടെങ്കിൽ, ലിക്വിഡിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകണ്ട. കാര്യം പൊതുവേ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടണമെങ്കിൽ, നല്ല ലാഭം കിട്ടണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം. അതായത് ലിക്വിഡിറ്റി പ്രിഫറൻസ് ഉള്ളവരാണെങ്കിൽ പൈസ കൊണ്ടുപോയി ബാങ്കിലിടുന്നതാണ് നല്ലത്. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലിക്വിഡ്. അപ്പോൾ ഗോൾഡൊക്കെ ലിക്വിഡാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്ക്, ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ കൊടുത്താൽ അപ്പം കാശ് കിട്ടും. പക്ഷെ അങ്ങനെ ഒരു മൈൻഡ് ആണെങ്കിൽ, എപ്പോൾ വേണമെങ്കിലും എനിക്ക് കാശാക്കണം എന്ന മൈൻഡ് ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്, നഷ്ടം വരും. കുറേ നാളത്തേക്ക് ഈ പൈസ ബ്ലോക്ക് ചെയ്തിടാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ലിക്വിഡ്, അതായത് ഇൻവെസ്റ്റ് ചെയ്യാവൂ. അപ്പോൾ ലിക്വിഡിറ്റി ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് വിറ്റ് കാശാക്കാൻ പറ്റുമെന്നുള്ളതാണ്. വിറ്റ് കാശാക്കാനൊക്കെ പറ്റും, പക്ഷേ പെട്ടെന്ന് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ നഷ്ടമുണ്ടാകും. അങ്ങനത്തെ പ്രശ്നവും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സാണ്. കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്, എക്സ്പെക്റ്റഡ് റിട്ടേൺ, പോസിറ്റീവ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അവിടെ റിസ്ക് ഉണ്ട്. ഇതെല്ലാം എൻ്റെ എക്സാമ്പിളിൽ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ ഫ്രണ്ട് ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ടൈം ഹൊറിസോൺ, എത്ര നാളത്തേക്ക് വേണമെങ്കിലും ആവാം. ലിക്വിഡിറ്റി, സത്യത്തിൽ ലിക്വിഡിറ്റി എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ്സ്, എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ അപ്രീസിയേഷൻ. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, ഞാൻ അത് കൊടുത്ത് ലാൻഡ് വാങ്ങിയിട്ട് പിന്നീട് അത് 15 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ നോക്കുന്നു. എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ ഉയർത്താൻ നോക്കുന്നു. മറ്റൊന്ന്, റെഗുലർ റിട്ടേൺ പ്രതീക്ഷിക്കുന്നവരുണ്ട്. അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. നമുക്കിപ്പോൾ പെൻഷൻ കിട്ടുന്നവരെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ, ഒരു പെൻഷനേഴ്സിനെ സംബന്ധിച്ച് അവർക്കൊരു പൈസ ഇട്ട് കഴിഞ്ഞാൽ, വിരമിക്കുമ്പോൾ കിട്ടുന്ന പൈസ എവിടെയും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ഇൻകമായിട്ട് കിട്ടാൻ വേണമെങ്കിൽ, ഓക്കെ, അങ്ങനെ റെഗുലർ ഇൻകം ഉദ്ദേശിക്കുന്നവർ കൂടുതലായിട്ടും ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിലോട്ട് പോകും. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ പറയുന്ന കണക്ക് തന്നെ റിസ്ക് എടുക്കാൻ ഒട്ടും താല്പര്യമില്ല. റിസ്ക് എടുക്കാൻ ഒരു താല്പര്യമില്ലെങ്കിൽ പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ആയിരിക്കും നല്ലത്. അപ്പോൾ റെഗുലർ ഇൻകത്തിൻ്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പോൾ ഡിവിഡൻ്റൊക്കെ കിട്ടുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ റെഗുലർ ഇൻകം നമ്മൾ ആശ്രയിക്കുന്നവരുണ്ട്. സേഫ്റ്റി ഓഫ് ക്യാപിറ്റൽ, നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് കാശ് ഒരുപാട് വെറുതെ കൈ വെച്ച് നിർത്തി അതവിടെ നിന്ന് പെറ്റ് പെരുകത്തൊന്നുമില്ല. അപ്പോൾ പലരും കാശ് ഉണ്ടെങ്കിൽ ലാൻഡ് വാങ്ങിയിടും. അതൊരു സേഫ്റ്റി ഓഫ് ക്യാപിറ്റലാണ്. കാശ് ഇരിക്കുന്നു എന്നതിനേക്കാളും നല്ലത് ലാൻഡ് വാങ്ങിയിടുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യുക. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ വില കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ മീറ്റ് ചെയ്യാനായിട്ട് ഈ ഷെയർ, മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് 10%, 12% റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻഫ്ലേഷന് മേളിലാണത് റിട്ടേൺ കിട്ടുന്നതെങ്കിൽ ഇൻഫ്ലേഷനേക്കാളും നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺ കിട്ടി മുന്നോട്ട് പോകാം. FD ഇടുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അത് 6% പോലും പലിശയില്ല. ഇപ്പോൾ നമ്മുടെ വിലക്കയറ്റം 8%. അതായത് ഓരോ വർഷം കഴിയും തോറും സാധനങ്ങൾക്ക് 8% വില കൂടുമെന്നാണ് പറയുന്നത്.
അപ്പോൾ നമുക്ക് 6% പലിശ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണമെങ്കിൽ നല്ല വല്ല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളൊക്കെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതൊക്കെ റിസ്ക്കിയുമാണ്, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഓക്കെ, ദെൻ മറ്റൊന്നെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒന്ന് ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. അതായത് ഈ പറയുന്ന കണക്ക് തന്നെ പോർട്ട്ഫോളിയോസ് ഉണ്ട്, അതായത് മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയുള്ളൂ. അവിടെ എന്ന് പറയുമ്പോൾ റിസ്കി ഉള്ളത് മാത്രമല്ല, ഹൈ റിസ്ക്, ലോ റിസ്ക്, മോഡറേറ്റ് റിസ്ക്, ഇതെല്ലാത്തിനും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നഷ്ടം വരാതെ അവർ നോക്കിക്കോളും. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടും. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ലാൻഡ് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ഒരു 50 വർഷം മുമ്പൊക്കെ ശരിക്കും ലാൻഡ് വിറ്റ് കളയാതിരുന്ന കാരണവന്മാരുടെയൊക്കെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഇപ്പോൾ ശരിക്കും നല്ല കോടീശ്വരന്മാരാണ്. അതായത് 50-60 വർഷം മുമ്പ് പ്രോപ്പർട്ടി ഉള്ളവർ അന്നത് വിറ്റ് കളഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ഏക്കർ കണക്കിന് പുരയിടം കിട്ടും, കോടികളാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു അൺഫോർസീൻ, അതായത് ഈ പറഞ്ഞ കണക്ക് തന്നെ ഒരു നമ്മളെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. ഇപ്പോൾ ഈ ഗോൾഡൊക്കെ വാങ്ങി വെക്കുന്നത് നല്ലതല്ലേ, പണയം വെച്ചൂടെ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, കാശ് ചിലവാക്കി കളയാതിരിക്കുക എന്നർത്ഥം. പൈസ മൊത്തം ചിലവാക്കി കളയാതെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. ദെൻ അച്ചീവിങ് ലൈഫ് ഗോൾ. നമ്മൾ കുറേശ്ശെ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വീട് വെക്കാം, നമുക്ക് കാർ വാങ്ങാം, നമുക്ക് വേൾഡ് ടൂർ പോകാം. അപ്പോൾ ലൈഫ് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ മേശപ്പുറത്തോ അല്ലെങ്കിൽ അലമാരിക്കകത്തോ കാശ് വെച്ചാൽ നടക്കത്തില്ല, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു 5 വർഷത്തേക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അത് വിഡ്രോ ചെയ്തിട്ട് നിങ്ങൾ കാർ വാങ്ങിക്കോ. അങ്ങനെ ലൈഫ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ദെൻ ചിലർ റിട്ടയർമെൻറ്റ് പ്ലാനിങ് എടുക്കും. റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ പ്രൈവറ്റ് ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ കുറേശ്ശെ എവിടെയും ഇൻവെസ്റ്റ് ചെയ്തിട്ടാൽ റിട്ടയർ ചെയ്തിട്ട് മക്കളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടേണ്ടി വരത്തില്ല. കാര്യം പ്രൈവറ്റ് ജോലിയാണല്ലോ, പെൻഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിൽ ഇരിക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. പെൻഷൻ ഫണ്ടുകളൊക്കെ ഉണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള പെൻഷൻ സ്കീമുകളൊക്കെ ഉണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ, ജോലി തീരുമ്പോൾ നമുക്ക് പെൻഷൻ കിട്ടുന്ന പോലെയാണ്. മറ്റൊന്ന് ഓഫ് കോഴ്സ് വെൽത്ത് ക്രിയേഷൻ. സിംപ്ലി പറഞ്ഞാൽ പണം ഉണ്ടാക്കുക, നല്ലപോലെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ടാക്സ് ബെനിഫിറ്റ്. ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരത്തില്ല, അത്രയും തുകയ്ക്ക് എക്സംഷൻ കിട്ടും. ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാം. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. എത്ര ടൈപ്പ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്? റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നതനുസരിച്ച് 3 ടൈപ്പ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഒട്ടും റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ അവരെ കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ എന്ന് പറയും. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് സേവിങ്സിലോട്ട് പോകേണ്ടി വരും. ഇവർ യഥാർത്ഥ ഇൻവെസ്റ്റേഴ്സ് അല്ല, ഇവർ ശരിക്കും പറഞ്ഞാൽ സേവിങ്സ് ഇഷ്ടപ്പെടുന്നവരാണ്. FD ഇടുക, സേവിങ്സ് അക്കൗണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, അങ്ങനെ സേവിങ്സ് ആണ് ഇവരുടെ മെൻറ്റാലിറ്റി. അപ്പോൾ ശരിക്കും സേവിങ്സ് കറക്റ്റായിട്ട് മെൻറ്റാലിറ്റി ആയിട്ട് കൊണ്ട് നടക്കുന്നവരെ നമ്മൾ ഈ കാറ്റഗറി പറയുന്നതാണ് കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ്. ഇവരുടെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് സേവിങ്സിലോട്ടാണ് ഇവരുടെ മൈൻഡ് എപ്പോഴും പോണത്. ഓക്കെ, രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് മോഡറേറ്റ്. അവരൊരു മീഡിയം റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഒരു ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ട്, അതായത് കുറച്ച് റിസ്ക് അല്ലാത്തത്, അങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് എടുക്കാൻ തയ്യാറാണ്. ഡെറ്റ് ഫണ്ട്, കമ്പനികളുടെ ഡിബഞ്ചർ വാങ്ങാൻ തയ്യാറാണ്. അത് വലിയ റിസ്ക് ഒന്നുമില്ല, ഇൻട്രസ്റ്റ് കിട്ടും. ദെൻ ബ്ലൂ ചിപ്പ്, അതായത് വൻകിട കമ്പനികളുടെ, ഒരിക്കലും പൊട്ടിപ്പോകത്തില്ല, ഹൈ ക്ലാസ് കമ്പനികളുടെയൊക്കെ സ്റ്റോക്ക് വാങ്ങി വെക്കുക. അപ്പോൾ അങ്ങനെ ഷെയറൊക്കെ വാങ്ങാൻ റെഡിയാണ്, പക്ഷേ മീഡിയം റിസ്കേ എടുക്കത്തുള്ളൂ. അവരുടെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ഒരു ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ മോൻ്റെ 10 വർഷത്തിന് ശേഷമുള്ള ഇപ്പോൾ MBA പഠിപ്പിക്കാൻ വിടണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇങ്ങനെ വലിയ റിസ്ക് ഇല്ലാത്ത, പൊട്ടിപ്പോയ പണി കിട്ടും, വലിയ റിസ്ക് ഇല്ലാത്ത എടുക്കാൻ തയ്യാറാണെങ്കിൽ അവരാണ് മോഡറേറ്റ് ഇൻവെസ്റ്റേഴ്സ്. ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് കാശ് ഉണ്ടാക്കണം, വിടിയടാന്ന് പറഞ്ഞിരിക്കുന്നവർ ഹൈ റിസ്ക് എടുക്കും. അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സ്, അവർ ഹൈ റിസ്ക് സ്റ്റോക്കിലും ക്രിപ്റ്റോ കറൻസിയിലും അവിടെ എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. പോണെങ്കിൽ പോട്ട്, കിട്ടിയ ഊട്ടി എന്ന് പറയുന്ന നടക്കാം. അമ്മാതിരി അഗ്രഷനാണ്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായിട്ടും റിസ്ക് ഏറ്റെടുക്കുന്ന വെച്ചിട്ട് കൺസർവേറ്റീവ്, അവർ റിസ്ക് എടുക്കത്തില്ല. അവർ സേവിങ്സ് ആണ്. ഇവർ യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് അല്ല ചെയ്യുന്നത്, ഇവർ ചെയ്യുന്നത് ഇത് സേവിങ്സ് ആണ്. ഓക്കെ, രണ്ടാമത് അവർ മീഡിയം ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ റിസ്ക് ഒഴിവാക്കിക്കൊണ്ടൊക്കെ വേണം. ദെൻ അഗ്രസീവ്, പെട്ടെന്ന് പൈസ കിട്ടണം, പൊട്ടുന്നെങ്കിൽ പോട്ട്, ആ മൈൻഡാണ്. അങ്ങനെ 3 ടൈപ്പ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എലമെൻറ്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ വരാം, നല്ലൊരു ടോപ്പിക്കായത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 എലമെൻ്റ് ഉണ്ട്, 3 കോർ എലമെൻറ്റ്സ്: റിട്ടേൺ, റിസ്ക്, ടൈം. ഇത് 3ഉം കണക്റ്റഡ് ആണ്. ഏതൊക്കെയാ? റിട്ടേൺ, റിസ്ക്, ടൈം. റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടുന്നത്. റിസ്ക് എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഇതൊക്കെ പറഞ്ഞ റിസ്ക് എന്താണെന്ന് അറിയാലോ, പോസിബിലിറ്റി ഓഫ് ലോസ് ആണ്, നഷ്ടമുണ്ടാകാനുള്ള സാധ്യത. ടൈം എന്താ? നമ്മൾ എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത് 3 തമ്മിൽ എന്താ ബന്ധം, എന്താ റിലേഷൻഷിപ്പ്? ഇത് ഈ പറയുന്ന എല്ലാം എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷേ ഇതെല്ലാം നോക്കി വെച്ചോണം. ഇത് നമ്മൾ റിലേഷൻഷിപ്പ് ഇത്രയേ ഉള്ളൂ. ടൈം ഇൻഫ്ലുവൻസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. ജനറലി ലോങ്ങർ യു സ്റ്റേ ഇൻവെസ്റ്റഡ്, ദ മോർ യു ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ലോസിങ് മണി.
ഞാൻ ഒന്നാമതേ പറഞ്ഞു, തുടക്കം തൊട്ടേ പറഞ്ഞു, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ധൃതി കാണിക്കരുത്. ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടം വരത്തില്ല, നഷ്ടം വരില്ല. ഇത് ഈ കടലിൽ തിരമാല അടിക്കുന്ന കണക്കാണ്. ചിലപ്പോൾ അങ്ങ് താഴെ പോവും, അപ്പം പേടിച്ച് വിറയ്ക്കരുത്, ഇനി മേലോട്ട് കയറി വരും, വീണ്ടും താഴെ പോവും. അപ്പോൾ ഓൺ ആൻ ആവറേജ് നമ്മൾ കുറേ നാളുകൾ ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ലോങ് ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. നമ്മൾ ഈ പേടിച്ച് പകുതി വെച്ച് വിറ്റ് കളഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് നഷ്ടം വരുന്നത്. അപ്പോൾ ടൈം ഒരുപാടുണ്ടെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ റിസ്ക് കുറവായിരിക്കും, റിട്ടേൺ കൂടുതലായിരിക്കും. എങ്ങനെയാണ് ആരോ പോണത്? ടൈം വളരെ കൂടുതലാണെങ്കിൽ റിസ്ക് കുറയും, റിട്ടേൺ കൂടും. ഇതാണ് മെയിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാന കാര്യം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സ്. എങ്ങനെയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ 1 by 1 സ്റ്റെപ്പ് എന്ന് പറയാം. പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ഷോർട്ട് മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യണം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനാണ്? എനിക്കൊരു പുതിയ ലാപ്ടോപ്പ് മേടിക്കാനാണോ, കാർ വാങ്ങാനാണോ, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനാണോ, മക്കളെ പഠിപ്പിക്കാനാണോ, എന്തിനാണ്? ഞാൻ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ആദ്യം സെറ്റ് ചെയ്യുക. രണ്ടെന്ന് പറയുന്നത് എനിക്ക് എന്തുമാത്രം റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഞാൻ കൺസർവേറ്റീവ് ആണോ, മോഡറേറ്റ് ആണോ, അഗ്രസീവ് ആണോ എന്ന് ഞാൻ തന്നെ ബി ഓണസ്റ്റ് തീരുമാനിക്കണം. ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണോ അല്ലയോ എന്താണെന്നുള്ളത്. ഓക്കെ, അതിനുശേഷം എത്ര രൂപ എനിക്ക് ഓരോ മാസവും എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, എൻ്റെ ടോട്ടൽ ഓരോ മാസവും എനിക്ക് എത്ര രൂപ മാറ്റി വയ്ക്കാൻ പറ്റും, എത്ര രൂപ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് മാറ്റി വയ്ക്കാൻ പറ്റും. ഇത് മൂന്നും ആയി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു എക്സ്പെർട്ടിനെ വല്ലതും പോയി കണ്ടിട്ട് എവിടെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തീരുമാനിക്കുക. സ്റ്റോക്കാണോ, ബോണ്ടാണോ, ഗോൾഡാണോ, റിയൽ എസ്റ്റേറ്റ് ആണോ, എവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനുശേഷം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മോണിറ്ററിങ്ങും റിവ്യൂവും. സേവിങ്സിന് ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് നിങ്ങൾ ആ ബാങ്കിൻ്റെ പുറകെ പോവുകയൊന്നും വേണ്ട. അവരത് കൃത്യമായിട്ട് ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് പലിശ തന്നോളും. ഓക്കെ, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനല്ല. ഫസ്റ്റ് തിങ്, ഞാൻ എന്തിനാണ്, വൈ, ഞാൻ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം. 2, ഹൗ മച്ച് റിസ്ക്, ഞാൻ എന്തുമാത്രം റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ദെൻ ഹൗ മച്ച്, ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. ദെൻ മോണിറ്റർ ചെയ്യുക, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സുള്ള വ്യത്യാസമാണ് നേരത്തെ പറഞ്ഞാണ്. ഓക്കെ, സേവിങ്സ് പൊതുവേ ഷോർട്ട് ടൈമിലേക്കാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈം വെൽത്ത് ക്രിയേഷനാണ്. ദെൻ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ കാര്യമാണ്, സേവിങ്സിൽ റിസ്ക് കുറവാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് കൂടുതലാണ്, റിട്ടേൺ കുറവാണ്, ഇവിടെ വലിയ റിട്ടേൺ കിട്ടും, ലിക്വിഡിറ്റി കൂടുതലാണ്. നേരത്തെ പറഞ്ഞ അതേ കേസ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ, സെയിം ഞാൻ പറഞ്ഞതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറയും. റിസ്ക് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ്. അതായത് ഇപ്പം ഞാൻ 500 രൂപയുടെ ഷെയർ മേടിച്ചിട്ട് 600 രൂപയ്ക്ക് വിറ്റാൽ, 500 രൂപയുടെ ഷെയർ മേടിച്ചിട്ട് 600 രൂപയ്ക്ക് വിറ്റാൽ 600 - 500 ഡിവൈഡഡ് ബൈ 500 × 100 എടുത്താൽ എത്ര ശതമാനമെന്ന് കണ്ടുപിടിക്കാം. എനിക്ക് എത്ര ശതമാനം റിട്ടേൺ കിട്ടിയെന്ന മാത്തമാറ്റിക്സ്. 500 രൂപയുടെ ഷെയർ വാങ്ങിയിട്ട് ഞാൻ 600 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡിഫറൻസ് 100 അല്ലേ. ഡിവൈഡഡ് ബൈ 500 തുടക്കത്തിലെ വില ഇൻറ്റു 100 എടുത്താൽ 20% റിട്ടേൺ കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ റിട്ടേൺ, എനിക്ക് എന്ത് തിരിച്ച് കിട്ടി. ദെൻ റിസ്കിനെ പറ്റിയുള്ള ടോപ്പിക്ക് ശരിക്കും ഞാൻ അങ്ങോട്ട് വലിയ ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. ബേസിക്കലി 2 ടൈപ്പ് റിസ്ക് ഉണ്ടോ. ഒന്ന് മാർക്കറ്റ് റിസ്ക്, അത് എൻ്റെ കുറ്റം കൊണ്ടല്ല, എൻ്റെ കമ്പനിയുടെ കുഴപ്പം കൊണ്ടല്ല, എൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഒന്നുമല്ല, എൻ്റെ മാർക്കറ്റ് പണി തന്നതാണ്. മറ്റൊന്ന് കമ്പനി സ്പെസിഫിക് റിസ്ക്, ആ കമ്പനിയുടെ കുഴപ്പം കൊണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് മൊത്തത്തിൽ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ എ ലിമിറ്റഡിൻ്റെ കുഴപ്പം കൊണ്ടല്ല, മാർക്കറ്റ് മൊത്തത്തിൽ പണി തന്നതുകൊണ്ട് എൻ്റെ ഷെയറിൻ്റെ വാല്യൂ കുറഞ്ഞു. ഇനി അല്ലാതെ എ ലിമിറ്റഡിൻ്റെ കുഴപ്പം കൊണ്ടും ഷെയറിൻ്റെ വില കുറയാം. അങ്ങനെ 2 ടൈപ്പ് റിസ്ക് ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? സയൻറ്റിഫിക് റിസ്ക്കും അൺസയൻറ്റിഫിക്, അത് ഞാൻ പഠിപ്പിക്കാം. റിസ്ക് വലിയൊരു ടോപ്പിക്കായിട്ട് ഒരു വലിയ മൊഡ്യൂളായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോ, മാർക്കറ്റ് മൊത്തത്തിൽ പണി തന്നതുകൊണ്ടും നമുക്ക് ഷെയറിൻ്റെ വില കുറയാം, അതല്ലാതെ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ പ്രശ്നം കൊണ്ടും ആ കമ്പനിയുടെ ഷെയറിൻ്റെ വില കുറയാം. ഇങ്ങനെ 2 കേസുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ മനസ്സിലാക്കിയ ഒരു നട്ട്ഷെൽ എന്ന് പറയുന്നത്. ഹയർ റിട്ടേൺ കിട്ടണമെങ്കിൽ നിങ്ങൾ ഹയർ റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേണും കുറവായിരിക്കും. ഇപ്പോൾ ബാങ്ക് FD ഇട്ട് കഴിഞ്ഞാൽ ലോ റിസ്ക് ആണ്, പക്ഷേ റിട്ടേണും കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചൊരു സ്റ്റാർട്ടപ്പിൽ ഒരു പുതിയ കമ്പനിയുടെ സ്റ്റോക്ക് ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആണ്, പക്ഷേ വേണമെങ്കിൽ റിട്ടേൺ കുതിച്ച് കയറി പോകാം. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഇത്രയും നേരത്തെ പറഞ്ഞിട്ട് ഒരു നട്ട്ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അത് രണ്ടാണെന്ന് മനസ്സിലായാൽ തന്നെ ഈ ടോപ്പിക്കെല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മനസ്സിൽ വെച്ചാൽ മതി. എപ്പോഴും ഞാൻ FD ഇടുന്നു. എൻ്റെ ഫ്രണ്ടോ അവൻ ലാൻഡ് മേടിക്കുന്നു, മെഷീനറി മേടിക്കുന്നു, ഷെയർ മേടിക്കുന്നു, അങ്ങനെ ചിന്തിച്ചാൽ മതി. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യവും എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ
ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യണം. അതായത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി എഫ് ഡി ഇടുന്നു. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി എഫ് ഡി ഇട്ടാൽ പിന്നെ അത് മാനേജ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ബാങ്കിൽ എഫ് ഡി ഇട്ടിട്ട് ആ പൈസ നിങ്ങൾ മറന്നേക്കുക. കൃത്യമായിട്ട് ബാങ്ക് ആ പലിശ തന്നു തീർത്തോളും. സേവിങ്സ് മാനേജ് ചെയ്യേണ്ട കാര്യമില്ല. സേവിങ്സ് മാനേജ് ചെയ്യേണ്ട. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ റിസ്ക്കിയാണ്. പലതരം ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഉണ്ട്, പല രീതിയുണ്ട്. എല്ലാം വെച്ച് ഞാൻ പറയുവാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യപ്പെട്ടിരിക്കണം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അതാണ് ഈ സബ്ജക്റ്റ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സേവിങ്സ് പോലെ നമ്മൾ പൈസ കൊണ്ട് ഇട്ടാൽ ചുമ്മാ അങ്ങ് ഇൻട്രസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ല. ഇപ്പോൾ ലാൻഡിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളത് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. ഏത് സ്ഥലത്ത് ലാൻഡ് വാങ്ങിയിടുന്നതാണ് നല്ലത്? ലാൻഡ് ബിൽഡിങ്ങും കൂടെ ഒരുമിച്ച് വാങ്ങണോ? ഹൈവേയുടെ സൈഡ് വാങ്ങിയാൽ ശരിയാവോ? റോഡിനൊക്കെ വീതി കൂട്ടുന്നതാണേ, അപ്പോൾ കുറച്ച് അങ്ങോട്ട് വാങ്ങണോ ഇങ്ങോട്ട് വാങ്ങണോ? അവിടെ വാങ്ങിയാൽ കുഴപ്പമുണ്ടോ? ഒരു ലാൻഡ് വാങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ചർച്ച വേണം. പക്ഷേ ഒരു ബാങ്കിൽ കൊണ്ടു എഫ് ഡിയുടെ ഒരു ചർച്ചയും വേണ്ട. ബാങ്കിൽ ചെല്ലുന്നു, എഫ് ഡി ഇടുന്നു. എഫ് ഡി ഇടണോ വേണ്ടയോ എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ബാങ്കിൽ എഫ് ഡി ഇടാനായിട്ട് എഫ് ഡി ഇടണോ വേണ്ടയോ? എഫ് ഡി ഇടണമെങ്കിൽ കൊണ്ടുചെന്ന് എഫ് ഡി ഇടുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു ലാൻഡ് വാങ്ങുന്നത് എങ്ങനെയല്ല. ലാൻഡ് എവിടെ വാങ്ങണം, എത്ര സ്ക്വയർ ഫീറ്റ് എങ്ങനെ വാങ്ങണം, ലാൻഡ് സ്ക്വയർ വാങ്ങണോ, റെക്റ്റാങ്കിൾ വാങ്ങണോ, ഇവിടെ റോഡിൻ്റെ അടുത്ത് വാങ്ങണോ, അങ്ങോട്ട് വാങ്ങണോ, ഇങ്ങോട്ട് വാങ്ങണോ, എന്ത് പർപ്പസിന് വാങ്ങണം, പ്ലോട്ട് തിരിച്ചു വിൽക്കണോ, 100 ചോദ്യങ്ങളാണ്. എന്ന് പറയുന്ന പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യപ്പെട്ടിരിക്കണം. അപ്പോൾ എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ടു ബൈ, അതായത് ഇൻ വിച്ച് ഹൗ മച്ച് ടു ബൈ, വെൻ ടു ബൈ ആൻഡ് വെൻ ടു സെൽ. എത്ര വാങ്ങണം, എപ്പോൾ വിൽക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഇതാണ് ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ പണം മാനേജ് ചെയ്യുക. ഇറ്റ് ഈസ് എ പ്രൊഫഷണൽ ആൻഡ് സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് മാനേജിങ് മണി ആൻഡ് അതർ അസറ്റ്സ്. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അറ്റ് എ ടൈം നമുക്ക് സയൻസ് ആൻഡ് ആർട്ടാന്ന് പറയാം. സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന് കൃത്യമായിട്ട് അനാലിസിസ് വേണം. ടെക്നിക്കൽ പാർട്ടുണ്ട്. നമ്മൾ ഈ ഷെയറിൻ്റെയൊക്കെ ട്രെൻഡൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അങ്ങനെ ടെക്നിക്കലി നമ്മൾ അനലൈസ് ചെയ്യണം. ഒരു റിസർച്ചൊക്കെ നടത്തി വരും വരായികളൊക്കെ ചിന്തിച്ച് അങ്ങനെ വേണം. ദെൻ ആർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റ്യൂഷനും ജഡ്ജ്മെൻറ്റുമാണ്. ഇതിങ്ങനെ പോകാൻ സാധ്യതയില്ല കേട്ടോ, വാങ്ങണ്ട എന്നൊക്കെ പറയത്തില്ലേ, ആ വസ്തു വേണ്ടടേ, അത് ശരിയാവത്തില്ല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ഇൻറ്റ്യൂഷനാണ്. സോ അത് നമ്മുടെ ഒരു പ്രഡിക്ഷനാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ സ്കിൽ പാർട്ട് എന്ന് പറയാം, ആർട്ടാണ്. മറ്റേ ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത് പ്യുവർ മാത്തമെറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും വെച്ചിട്ട് കണക്കുകൾ അനുസരിച്ച് പറയുവാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അബൌട്ട് വിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ബൈ, ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങണം, ഹൗ മച്ച് ടു ബൈ, എത്ര രൂപ കൊടുത്ത് വാങ്ങണം, വെൻ ടു ബൈ, എന്നത് വാങ്ങണം, വെൻ ടു സെൽ, എപ്പോൾ അത് വിൽക്കണം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങണം, എത്ര രൂപയ്ക്ക് വാങ്ങണം, എപ്പോൾ വിൽക്കണം, ഈ ചോദ്യത്തിൻ്റെ എല്ലാ ഉത്തരത്തിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സിംപ്ലി ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും 2 ആൾക്കാർ കാണും. ഒന്ന് ഇൻവെസ്റ്റർ, ആ പൈസ മുടക്കുന്നത്. മറ്റൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ. ഇതെല്ലാം പറഞ്ഞു തരുന്നൊരു പ്രൊഫഷനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ കാലത്താവാം. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ മാനേജർ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ അഡ്വൈസർ, മ്യൂച്വൽ ഫണ്ട് മാനേജർ എന്നൊക്കെ പറയും. ഇവരാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഏത് ഷെയർ എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം, ഏത് കമ്പനിയുടെ ഷെയർ വാങ്ങണം, ഇതെല്ലാം അവർ പറഞ്ഞു തരും. ബിക്കോസ് നമ്മുടെ പണം ഇവരാണ് മാനേജ് ചെയ്യുന്നതെന്നർത്ഥം. നമ്മുടെ പണം ഇവരാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇവർ നമുക്ക് ഓരോ തവണയും റിപ്പോർട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ആ ഷെയർ വാങ്ങിയാൽ നല്ലതാണ്, ഇതിപ്പോൾ വിൽക്കുന്നെങ്കിൽ നല്ലതാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരാണ് നമ്മുടെ പണം മാനേജ് ചെയ്യുന്ന ആൾക്കാർ, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ. ആ പണം മുടക്കുന്ന നമ്മളാണ് ഇൻവെസ്റ്റർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ ഓണറാണ് ഇൻവെസ്റ്റർ. ഇപ്പോൾ ഐ പി എൽ കാണുന്നുണ്ടോ നിങ്ങളല്ല? ഐ പി എൽ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ്, ആ ടീമിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഇൻവെസ്റ്ററാണ്, പണം മുടക്കുന്ന ആളാണ്. ഈ പണം മുടക്കി അതിനെ മൊത്തം മാനേജ് ചെയ്യുന്നത് അകത്തുള്ള ക്യാപ്റ്റനും കോച്ചും ഒക്കെയാണ്. എത്ര പേരെ നമ്മൾ ബൗളിംഗ് ആയിട്ട് എടുക്കണം, എത്ര ബാറ്റ്സ്മാൻമാർ വേണം, എത്ര പേരെ നമുക്ക് അറ്റാക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യണോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു മത്സരം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് 100 തീരുമാനങ്ങളെടുക്കും. അതിലൂടെയാണ് ഈ മത്സരം വിജയിപ്പിച്ചെടുക്കുന്നത്. ആ കളി നടത്തി എടുക്കേണ്ടുന്നത് അകത്ത മാനേജറും കോച്ചും നമ്മൾ ഈ പറഞ്ഞ ക്യാപ്റ്റനും ഒക്കെയാണ്. എന്ന് പറയുന്നവരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ. പണം ഞാനങ്ങ് തരും, നിങ്ങളത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് എനിക്ക് ലാഭം ഉണ്ടാക്കി തരണം. ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ക്രിക്കറ്റ് ടീമിൻ്റെ എക്സാമ്പിൾ വെച്ചാൽ മതി. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി പണം മുടക്കി, അയാൾക്ക് പിന്നെ റോളൊന്നുമില്ല, പുള്ളിക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പറ്റൂ. പണം മുടക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കോച്ചും ക്യാപ്റ്റനും നോക്കും. കളി ജയിപ്പിക്കേണ്ടത് ഇവരാണ്, അല്ലാതെ ഇൻവെസ്റ്റർ അല്ല. ഓക്കെ, അയാൾ മാക്സിമം പണം മുടക്കി ഇട്ട് കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ്? ഇനി പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നത്, ഒന്ന്, ഫിനാൻഷ്യൽ ഗോൾ അനലൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് നമ്മൾ ഒരു അനലൈസ് നടത്തണം.
ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജറെ സംബന്ധിച്ച് അത് നമുക്ക് പറഞ്ഞു തരണം. സാർ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടയർമെൻറ്റ് പ്ലാനിങ് നല്ലതാണ്. സാർ ഈ 2-3 ഷെയറിൽ വാങ്ങി വെച്ചാൽ പെട്ടെന്ന് ഗ്രോത്ത്, അപ്പോൾ സാറിന് കാർ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. നമ്മുടെ ഗോൾ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞു തരും. എൻ്റെ ആഗ്രഹം ഇന്നതാണെന്ന് പോയി പറയുമ്പോൾ അവർ പറയും, ഓക്കെ മോനെ പഠിപ്പിക്കാനാണല്ലേ, 15 കൊല്ലത്തേക്കല്ലേ, അപ്പോൾ നമുക്ക് ഇന്നത് ചെയ്യാം. അങ്ങനെ ഫിനാൻഷ്യൽ ഗോൾ എന്താണെന്ന് അവരോട് പറഞ്ഞാൽ മതി, അവരത് അനലൈസ് ചെയ്ത് പറഞ്ഞു തരും. മറ്റൊന്ന് അസറ്റ് അലോക്കേറ്റ് ചെയ്യും. എൻ്റെ കയ്യിൽ ഇത്ര രൂപ ഉണ്ടെങ്കിൽ അവരത് എത്ര ബോണ്ട് വാങ്ങണം, എത്ര ഗോൾഡ് വാങ്ങണം, എത്ര സ്റ്റോക്ക് വാങ്ങണം, എത്ര, അതിങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ദെൻ സെക്യൂരിറ്റി സെലക്ഷൻ, ഏത് കമ്പനിയുടെ എത്ര സ്റ്റോക്ക്, എത്ര മ്യൂച്വൽ ഫണ്ട് ഇടണം, എത്ര ബോണ്ട്, അതെല്ലാം തീരുമാനിച്ചു തരും. ഫൈനലി മോണിറ്ററിങ് ആൻഡ് റീബാലൻസിങ്, ഇത് അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും, നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമെന്ന്. സാർ ഇന്ന കമ്പനിയുടെ ഷെയർ അങ്ങ് വിറ്റോ കേട്ടോ, എന്നിട്ട് പകരം അത് വാങ്ങി വെച്ചാലോ, അപ്പോൾ അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഈ രീതിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി എൻ്റെ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ? എൻ്റെ പൈസ ഞാൻ നോക്കിയാൽ പോലും നമുക്കൊണ്ട് നോക്കാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റില്ല. ഒന്ന്, നമുക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സ്കീം എന്ന് അവർ പറഞ്ഞു തരും. ഒരു സ്ട്രക്ചേർഡ് റോഡ് മാപ്പ് അവർ വരച്ചു തരും. നമ്മുടെ ഗോൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ദെൻ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് കിട്ടണം. ഇത് കുട്ടികളിയല്ല. നിങ്ങളിപ്പോൾ ലാൻഡ് വാങ്ങുന്ന ഒരു ബ്രോക്കറെ പോയി കാണത്തില്ലേ, നിങ്ങൾ നേരെ പോയി ലാൻഡ്, ചേട്ടാ എനിക്ക് ലാൻഡ് വേണം, ഇതെന്താണ് കപ്പലൻ്റെ മുട്ടായി വാങ്ങുന്നതാണ് കാണും, ഒരിക്കലുമല്ല. അപ്പോൾ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് കിട്ടിയിരിക്കണം, എങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷേ FD ഇടാതൊന്നും വേണ്ട. ബാങ്കിൽ പോയി FD ഇടാൻ തന്നെയാണ് വല്ലവന്മാരും പറഞ്ഞു തരുന്നത്. എനിക്ക് അങ്ങോട്ട് ബാങ്കിലോട്ടൊക്കെ ചെന്നാൽ പോരെ. മറ്റൊന്ന് റിസ്ക് മാനേജ്മെൻറ്റ്, ഇതാണ് പ്രധാനപ്പെട്ടത്. ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഏതൊക്കെ പോർട്ട്ഫോളിയോ എങ്ങനെയൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്താൽ റിസ്ക് ഒഴിവായി കിട്ടും. റിസ്ക് ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല, റിസ്ക് ഒന്ന് കുറയ്ക്കാനെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ ഇവരത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതാണ് ഈ റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, മറ്റൊന്ന് നമ്മുടെ ടൈം എഫേർട്ട് ഇവർ സേവ് ചെയ്യും. അല്ലാതെ നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ എന്തിനാണ് ഇടനിലക്കാരെ ഏൽപ്പിക്കുന്നത്, നമ്മൾ എന്തിനാണ് ബ്രോക്കർമാരെ ഏൽപ്പിക്കുന്നത്? അവർ നോക്കി എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് തരും. നമ്മൾ അവർക്കൊരു ഫീസ് കൊടുക്കേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ടൈമും എഫേർട്ടും എല്ലാം അവർ കൃത്യമായിട്ട് സേവ് ചെയ്ത് തരും. ദെൻ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇപ്പം നമ്മൾ നേരിട്ടിറങ്ങിയാൽ, ഞാൻ നേരിട്ടാണ് ഷെയർ വാങ്ങുന്നതെങ്കിൽ ഞാൻ ഇമോഷണൽ ഡിസിഷൻ എടുക്കും. അതായത് പെട്ടെന്ന് ടെൻഷൻ അടിച്ച് ഞാൻ വല്ല വിറ്റ് കളയും, പെട്ടെന്ന് ടെൻഷൻ കയറിയാൽ ഞാൻ പല തെറ്റായ തീരുമാനം എടുക്കും. പക്ഷേ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജേഴ്സ് ഭയങ്കര എക്സ്പേർട്സ് ആണല്ലോ. അവർക്കറിയാം ഷെയറിൻ്റെ വില കുറയുന്നതിൽ സാർ ടെൻഷൻ അടിക്കണ്ട, ഇപ്പോൾ വിൽക്കണ്ട എന്നവർ പറഞ്ഞു തരും. ഒരു ഡിസിപ്ലിൻ. അപ്പോൾ ഞാൻ പറയും ഷെയറിൻ്റെ വില വല്ലാതെ കുറയുന്നല്ലോ, വിൽക്ക്. അപ്പോൾ ഒരു ടെൻഷൻ വേണ്ട, അത് വിൽക്കണ്ട, അതിപ്പോൾ വിൽക്കണ്ട, അത് നമുക്ക് നോക്കാം എന്നൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താലോ, ഞാൻ പെട്ടെന്ന് വിറ്റ് നാളെ കാണാൻ ദേണ്ട ഷെയറിൻ്റെ വില കയറിപ്പോണ്. ഇത് ഇവന്മാർക്കറിയാം, മനസ്സിലായി. അപ്പം നമുക്ക് ഈ പറയുന്ന ട്രാൻസാക്ഷനകത്ത് ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ ഈ പറയുന്ന മാനേജർമാർ നമ്മളെ നന്നായിട്ട് സഹായിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ദെൻ ഒപ്റ്റിമൽ റിട്ടേൺസ്, വലിയ നഷ്ടം വരാത്ത രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഇവർ റിട്ടേൺസ് നമുക്ക് ഒപ്പിച്ച് തരും. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ അതായത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജേഴ്സ് ഉണ്ടെങ്കിലുള്ള ഗുണം. ക്ലിയർ ആവുന്നുണ്ടോ? മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്കിതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല, ഇവരത് കൃത്യമായിട്ട് ചെയ്തു തരും. എൻ്റെ കയ്യിൽ കുറേ കാശ് മാത്രമേ ഉള്ളൂ, എനിക്കൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജേഴ്സിനെ പോയി കാണുക. ഈ സെൻസിലെടുത്താൽ മതി. IPLൻ്റെ ഓണർ ഞാനാണ്, ഞാൻ കാശ് മുടക്കി ടീമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ടീമെല്ലാം സെറ്റാണ്, ഇനി കളിപ്പിച്ച് ജയിപ്പിച്ച് ഇങ്ങോട്ട് തരേണ്ടത് നിങ്ങൾ കളിക്കാരുടെ ജോലിയാണ് എന്ന് പറയുന്ന കണക്കാം. എനിക്ക് ഗ്രൗണ്ടിലൊന്നും പറഞ്ഞു തരാനൊന്നും പറ്റത്തില്ല, എനിക്കതിനെപ്പറ്റി അറിയത്തതുമില്ല. ഞാൻ പണം അങ്ങോട്ട് മുടക്കി തരാം, നിങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ച് ജയിപ്പിച്ച് തരണം. ഓക്കെ, എവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ടോ അവിടെ എല്ലാം പറയേണ്ട കാര്യമാണ് സ്പെക്കുലേഷൻ. ഇവരെന്ന് പറയുന്നത് ഇങ്ങനെ ഒരുമിച്ചേ പോകത്തുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ സ്പെക്കുലേഷനും പഠിച്ചിരിക്കണം. സ്പെക്കുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഊഹക്കച്ചവടം എന്നാണ്, വേറൊന്നുമില്ല. സ്പെക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസൊക്കെ തന്നെ, എവിടെയൊക്കെയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ തന്നെ, സേവിങ്സ് ഒന്നുമല്ല. പക്ഷേ ഷോർട്ട് ടേമിലേക്ക് പെട്ടെന്നുണ്ടാകുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻ മനസ്സിലാക്കി ഒരു ഗസ് വർക്ക് അടിക്കുവാണ്. ഒരു അനാലിസിസ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് കുറേ ഷെയർ വാങ്ങി അങ്ങ് വെക്കും. ഇന്ന് ഷെയർ വാങ്ങി വെക്കും, നമ്മൾ വിചാരിക്കുന്നത് നാളെ വില കൂടുന്നു അപ്പോഴേ വിൽക്കുന്നു. അതാണ് സ്പെക്കുലേറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. ഇത് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഈ ജമ്പ് ഉണ്ടല്ലോ, ഈ പ്രൈസ് ജമ്പ് എന്ന് പറയും. ആ പ്രൈസ് ജമ്പ് മനസ്സിലാക്കി കുറയുമ്പോൾ വാങ്ങുന്നു, കൂടുമ്പോൾ വിൽക്കുന്നു, വാങ്ങുക. അങ്ങനെ ഒരു ഊഹക്കച്ചവടം നടത്തുന്നതിനാണ് സത്യത്തിൽ ഈ പ്രൈസ് മൂവ്മെൻറ്റ്. ഇവിടെ പറയുന്നുണ്ട് പ്രൈസ് മൂവ്മെൻറ്റ്, ഷോർട്ട് ടൈം പ്രൈസ് മൂവ്മെൻറ്റ് മനസ്സിലാക്കി അതിൽ നിന്ന് പ്രോഫിറ്റ് അടിക്കുക. അതൊരു തെറ്റായ കാര്യമൊന്നും അല്ല കേട്ടോ, അതൊരു മിടുക്കാണ്. ആ മിടുക്കിനെയാണ് നമ്മൾ സ്പെക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫോംഡ് ഗസ്സാണ്. നമുക്കറിയാം ഇപ്പോൾ വില കുറഞ്ഞ് മേടിക്കടാ, കാര്യം എന്താ, നാളെ കൂടി വിൽക്കടാ, വാങ്ങാൻ വിൽക്കുക, പെട്ട കാര്യങ്ങൾ നടക്കും. മെയിനായിട്ട് ഷെയർ മാർക്കറ്റിലാണ് ഇത് വരുന്നത്. അല്ലാതെ ഇന്ന് ലാൻഡ് മേടിച്ചിട്ട് നാളെ വിൽക്കുന്നു, അത് നടക്കത്തില്ല.
ഗോൾഡും വേണമെങ്കിൽ കളിക്കാം. ഇപ്പോഴത്തെ ഗോൾഡിൻ്റെയൊക്കെ വില എങ്ങനെയാണ് നിൽക്കുന്നത്? ഡെയിലി 1000-2000 വെച്ച് കൂടുവാണെങ്കിൽ വിറ്റുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഗോൾഡ് മേടിക്കുന്നു, ഒരു 10 ദിവസം കഴിയുമ്പോൾ വില കൂടും, അപ്പോൾ വിൽക്കുന്നു. അതൊക്കെ സ്പെക്കുലേഷനാണ്. ഹോൾഡ് ചെയ്യുന്നില്ല. ഹോൾഡ് ചെയ്യാതെ ഈ പ്രൈസിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടം മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും പ്രോഫിറ്റ് അടിച്ച് മാറ്റുന്നത്, അതിനെയാണ് നമ്മൾ സ്പെക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് ഒരു പ്രൈസ് ഹൈക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഷെയർ മേടിച്ചിടുന്നു, ആ നമ്മൾ ഉദ്ദേശിച്ച പ്രൈസ് ഹൈക്ക് എത്തുമ്പോഴും അങ്ങ് വിൽക്കും. ലോങ് ടൈമിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യത്തില്ല. ഇതാണ് മെയിനായിട്ട് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഗാംബ്ലിങ് അതല്ല. ഇത് വേറൊരു ടോപ്പിക്കാണ്. ഗാംബ്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ലക്കാണ്. അൺകാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാസിനോയിലൊക്കെ പോയി ചൂതാട്ടം നടത്തത്തില്ലേ? ഇപ്പോൾ ഒരു നമ്പർ വീണ് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും, നമ്മൾ ബെറ്റ് വയ്ക്കത്തില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഡൈസ്, മറ്റേ ഏണിയും പാമ്പുല ഡൈസ് വീഴുവാണ്. ഓക്കെ, 6 വീണാൽ ഞാൻ നിനക്ക് പൈസ തരും, 4 വീണാൽ ഇവന് പൈസ കൊടുക്കണം എന്നൊക്കെ പറയുന്ന നമ്മൾ ചീട്ടുകളി എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല കേട്ടോ. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ലക്കാണ്. അൺകാൽക്കുലേറ്റഡ് റിസ്ക്, അതെങ്കിൽ ലക്ക് അല്ലെങ്കിൽ ചാൻസ് ആണ്. നമുക്കവിടെ വേറെ അനാലിസിസോ കാര്യങ്ങളൊന്നുമില്ല. ഡയസ് ഇങ്ങനെ കുലുക്കി ഇടുന്നു, 6 വീണാൽ എനിക്ക് പൈസ കിട്ടും, വീണാ എനിക്കത് പ്രത്യേകം ചെയ്യാനൊന്നുമില്ല. ഓക്കെ, സ്പെക്കുലേഷനും ഗാംബ്ലിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. ഗാംബ്ലിങ് അങ്ങനെയൊന്നുമില്ല, ലോട്ടറി എടുക്കുന്ന കണക്കാണ്. ലോട്ടറി എടുക്കുന്നിടത്ത് എന്തോന്ന് കാൽക്കുലേഷൻ, കിട്ടിയാൽ കിട്ടി. നമ്മളീ പറഞ്ഞ പ്യൂർ ചൂതാട്ടം, ഓരോ നമ്പറിലും കൊണ്ടുപോയി ചൂതാട്ടം വെക്കുകയല്ലേ. ലോട്ടറി അത് കണക്കല്ലേ, ഒരു നമ്പർ എടുക്കുന്നു. അപ്പോൾ അതാണ് ബേസിക്കലി ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഇൻവെസ്റ്ററും സ്പെക്കുലേറ്ററും ഇപ്പോൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റർ ലോങ് ടൈം ആണ്, സ്പെക്കുലേറ്റർ ഷോർട്ട് ടൈമിലേക്കാണ്. ഇത്ര ഈസി ആയതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ദെൻ ഇൻവെസ്റ്റർ ലോ റിസ്ക് ആണ് കമ്പയർഡ് ടു സ്പെക്കുലേറ്റർ, ഹൈ റിസ്ക് ആണ് എടുക്കുന്നത്. ഇൻവെസ്റ്റർ നല്ല അനാലിസിസ് നടത്തി കമ്പനിയുടെ ഹെൽത്ത് എല്ലാം മനസ്സിലാക്കി പ്രോഫിറ്റെല്ലാം മനസ്സിലാക്കിയാണ്. പക്ഷേ ഇപ്പുറത്തെന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ആ ട്രെൻഡ് മാത്രമേ നോക്കുന്നുള്ളൂ. സ്പെക്കുലേറ്റർ എന്ന് ഉദ്ദേശിക്കുന്ന ആ ട്രെൻഡ്, മാർക്കറ്റ് ട്രെൻഡ് കൂടുക കുറയുക അത് മാത്രം നോക്കി വിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇൻവെസ്റ്ററും സ്പെക്കുലേറ്ററുമാണ് പറയുന്നത്. ഇൻവെസ്റ്ററുടെ അതായത് വെൽത്ത് ക്രിയേഷൻ, റെഗുലർ ഇൻകം ഒക്കെയാണ്. പക്ഷേ സ്പെക്കുലേറ്റർ ഉദ്ദേശിക്കുന്ന പെട്ടെന്ന് പണക്കാരനാവുക. നമ്മളിപ്പോൾ ടാറ്റയുടെ ഷെയർ വാങ്ങി ഹോൾഡ് ചെയ്യുന്നു, 10 കൊല്ലത്തേക്ക് ഹോൾഡ് ചെയ്താൽ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു കമ്പനിയുടെ ഷെയർ ഇങ്ങോട്ട് മേടിച്ചു വിറ്റു, അത് സ്പെക്കുലേഷൻ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷനും നമ്മളെ വ്യത്യാസം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ. ഞാനിപ്പോൾ തൊട്ടും പറഞ്ഞത് ഇൻവെസ്റ്ററും സ്പെക്കുലേറ്ററുമാണ്, രണ്ടും ഒന്ന് തന്നെ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, സ്പെക്കുലേഷനിൽ കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെ. ഇവിടെ കുറച്ച് സ്റ്റേബിൾ റിട്ടേൺ, ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റേബിൾ റിട്ടേൺ, പക്ഷേ ഇവിടെ പെട്ടെന്ന് ഹൈ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പേഷ്യൻ്റ് ആൻഡ് ഡിസിപ്ലിൻഡ് ആണ്. ഇവിടെ ഒരു ക്ഷമയുമില്ല, ഇന്ന് വാങ്ങാൻ നാളെ വിൽക്കുക. ഓക്കെ, ഓപ്പർച്യൂണിറ്റിസ്റ്റ് ആയിരിക്കും, ആ അവസരം മുതലെടുക്കുന്നവൻ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ സ്വന്തം ഫണ്ടോ സർപ്ലസ് ഫണ്ടോ ആയിരിക്കും. ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ആരെങ്കിലും 10 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കടം തരുമോ? ഇല്ല. പക്ഷേ ഇവിടെ കൂടുതലും ബോറോഡ് ഫണ്ടാണ്. നമ്മൾ ഈ പണം മറിക്കാമെന്ന് പറയും. ആളിയാ ഒരു 2 ദിവസത്തേക്ക് ഒരു 1000 രൂപ തന്നെ ഞാൻ ഒന്ന് മറിച്ചങ്ങ് തരാം. കൂടുതലും ഇവിടെ ബോറോഡ് ഫണ്ട് എടുത്താണ് കളിക്കുന്നത്. സ്പെക്കുലേഷൻ, ഒരു നാളെ അങ്ങ് തിരിച്ച് തരാമല്ലോ എന്നൊരിതാണ്. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റും ഗാംബ്ലിങ്ങും. സത്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഗാംബ്ലിങ്ങും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്യൂർലി എല്ലാം മനസ്സിലാക്കി ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചീട്ടുകളി, ലോട്ടറി അടി, കാസിനോയിൽ പോയി ചൂതാട്ടം നടത്തുക, ഇത് തന്നെ പരിപാടി. ഓക്കെ, ഇത് ലോങ് ടൈമാണ്. ഗാംബ്ലിംഗ് ഷോർട്ട് ടൈം ആണെന്നൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇൻസ്റ്റൻറ്റനിയസ്, ആ ഡയസ് വീഴുന്ന സമയത്ത് പൈസ കിട്ടുവാണ്. ഡയസ് ഇപ്പം ഞാനും നിങ്ങളുമായിട്ടൊരു സപ്പോസ് ബെറ്റ് വയ്ക്കുവാണ്, ഡയസിൽ 6 എന്ന നമ്പർ വീണാൽ എനിക്ക് പൈസ തരണം. ആ ഡയസ് വീഴുമ്പം ഗാംബ്ലിംഗ് തീർന്നു, എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞു. ഇൻസ്റ്റൻറ്റേനിയസ് ആണ്. ഓക്കെ, ഒരിക്കലും ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ സ്പെക്കുലേഷൻ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഷോർട്ട് ടൈമിൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ നോക്കുന്ന പരിപാടിയാണ് ഈ സ്പെക്കുലേഷൻ. ഗാംബ്ലിംഗ് യഥാർത്ഥത്തിൽ അതൊന്നുമല്ല കേട്ടോ. ലോട്ടറി ഇവിടെ ഒരു വാല്യൂ ക്രിയേഷനൊക്കെ വരുന്നുണ്ട്. നമ്മൾ പതുക്കെ കൊണ്ടൊരു എക്കണോമിക് ഗ്രോത്ത് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ലോട്ടറി എടുക്കുന്നത് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനൊന്നുമല്ല, നമുക്ക് പണം ഉണ്ടാക്കുക. കിട്ടിയാൽ കിട്ടി, ഒരു ബെറ്റ് വയ്ക്കുന്ന കണക്കാണ്. ഇവിടെ പോസിറ്റീവ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നെഗറ്റീവ് റിട്ടേണേ ലോങ് ടൈം, അതായത് ഹൗസ് വിൽ ഓൾവേസ് വിൻ എന്നൊരു റൂളുണ്ട്. ഈ ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഗാംബ്ലിംഗ്, ഓൺലൈൻ റമ്മി എന്നൊക്കെ പറയത്തില്ലേ, ഓൺലൈൻ. ഇവിടെ തുടക്കത്തിൽ നമുക്ക് പൈസ കിട്ടും. ലാസ്റ്റ് നമ്മൾ കൂടുതൽ പൈസ അങ്ങോട്ട് ഇടുമ്പോൾ പിന്നെ നമുക്ക് പൈസ കിട്ടത്തില്ല. ദ ഹൗസ് ഓൾവേസ് വിൻ എന്നാണ് പറയുന്നത് ഗാംബ്ലിങ്ങിൽ. മിക്കവാറും അവർക്ക് അടിക്കുന്നത്, അതായത് നടത്തിപ്പുകാരനെ കൂടുതലും പൈസ കിട്ടൂ. ലോട്ടറി ഇപ്പോൾ ഓണം ബമ്പർ കഴിഞ്ഞില്ലേ, സർക്കാരിനാണ് കൂടുതൽ കാശ് കിട്ടിയത്. 1ാം സമ്മാനം അടിച്ച ആളും 2ാം സമ്മാനം എല്ലാം കൂടെ കൂട്ടി നോക്കിയാലും ഗവൺമെൻറ്റിനെ കൂടുതൽ പൈസ കിട്ടൂ. ഗാംബ്ലിങ്ങിൽ എപ്പോഴും നടത്തിക്കുന്നവനെ കൂടുതൽ പൈസ കിട്ടൂ, പങ്കെടുക്കുന്നവർക്ക് എപ്പോഴും കുറവ് പൈസയെ കിട്ടൂ. അതും കൂടെ ഓർത്ത് വെച്ചോണം. ഓക്കെ, പിന്നീട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിട്ടേൺ ലോങ് റണ്ണിൽ കിട്ടും. ഇവിടെ ലോങ് റണ്ണിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നഷ്ടമായിരിക്കും. ഒരു ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റ് കിട്ടും. പക്ഷേ ചീട്ടുകളിക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഒരു വലിയൊരു ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഇൻവെസ്റ്റ്മെൻറ്റ്, ഫീച്ചേഴ്സ്, അതിൻ്റെ കോൺസെപ്റ്റ്, അതിനെ പറ്റി എല്ലാം പഠിച്ചിട്ടുണ്ട്. സേവിങ്സുമായിട്ടുള്ള വ്യത്യാസങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട്. റിസ്ക് റിട്ടേൺ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, ഓക്കെ. ദെൻ സ്പെക്കുലേഷൻ, ഗാംബ്ലിങ്, ഇതുമുള്ള വ്യത്യാസം. ഇത്ര ഒരു വലിയൊരു ടോപ്പിക്കാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ആ എക്സാമ്പിൾ എൻ്റെയും എൻ്റെ കൂട്ടുകാരൻ്റെയും അത് നല്ല എണ്ണ പോലെ ഒന്ന് മനസ്സിലങ്ങ് എടുക്കുക. ആ എക്സാമ്പിൾ നല്ലപോലെ മനസ്സിലെടുക്കുക. അപ്പം ഞാൻ പേഴ്സണലി ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിലും ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് ആ എക്സാമ്പിൾ അപ്പം തന്നെ മനസ്സിൽ കാണും. ഞാൻ എൻ്റെ കൂട്ടുകാരൻ, ഞാൻ ചെയ്തത് എൻ്റെ കൂട്ടുകാരൻ ചെയ്തത്, അത് വെച്ചിട്ട് ബാക്കി മുഴുവൻ എൻ്റെ ഫ്രണ്ട് ചെയ്ത കാര്യങ്ങൾ ഒരാൾ മാനേജ് ചെയ്ത് കൊടുക്കണം. അവൻ ഒറ്റയ്ക്ക് പോയി ലാൻഡ് വാങ്ങാൻ ബുദ്ധിമുട്ടാണ്, അവൻ ഒറ്റയ്ക്ക് പോയി മെഷീനറി വാങ്ങാൻ ബുദ്ധിമുട്ട്. ഇതിനെല്ലാം ആൾക്കാർ സഹായിക്കണം. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ വേണം. എനിക്ക് ബാങ്ക് ലെഫ്റ്റ് ഇടാൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ വേണ്ട. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യാൻ ആൾ വേണം. അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് തന്നെ വന്നത്. അല്ലാതെ സേവിങ്സ് മാനേജ്മെൻറ്റ് എന്നൊരു സബ്ജക്റ്റ് ഒന്നും വരത്തില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ളതാണെന്ന് മനസ്സിലായില്ലേ? പലതരം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പല രീതിയിൽ വാങ്ങാം, പല വിലയ്ക്ക് വാങ്ങാം, പല സമയത്ത് വിൽക്കാം. ഇത് മാനേജ് ചെയ്യാൻ ആൾ വേണം. അത് നമ്മൾ പഠിച്ചാൽ നമുക്ക് നാളെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ എന്ന ജോലി വരെ കിട്ടാം. അതുകൊണ്ടാണ് ഇതിനെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന ഈ സബ്ജക്റ്റിന് പേരിട്ടിരിക്കുന്നത്. നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ്, അല്ലാത്ത സേവിങ്സ് മാനേജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഫസ്റ്റ് ഒരു മൊഡ്യൂൾ. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ.